പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ. കൃപാസനം മരിയൻ ഉടമ്പടി ധ്യാനത്തിലേക്ക് നമ്മൾ ഭക്തിപൂർവ്വം പ്രവേശിക്കുകയാണ്. ഈശോയോട് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. ദൈവപിതാവിനാൽ ആകർഷിക്കപ്പെട്ട് പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷയായ ഈ അൾത്താരയിൽ ഈ സമയം നമ്മളെ ഒരുമിച്ച് കൂട്ടിയ ദൈവപിതാവിൻ്റെ സ്നേഹത്തിന് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. ജീവിതത്തിൻ്റെ വിവിധ ദുരന്ത മുഖങ്ങളിലായിരുന്നു കൊണ്ടാണ്, അതുമല്ലെങ്കിൽ വിവിധ ദുരന്ത മുഖങ്ങളെ അതിജീവിക്കുവാനാണ് നമ്മളും പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷയായ ഈ അൾത്താരയിൽ വന്നുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഉടമ്പടി എടുത്തുകൊണ്ട് ദൈവ കൃപയെ നോക്കി പാർക്കുന്നത്. ഈ ആരാധനയിലുടനീളം ഈശോയെ നീ തന്നെ അച്ഛനിലൂടെ ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. മരിയൻ ഉടമ്പടി നിബന്ധനകൾ ഏറ്റവും വിശ്വസ്തതാപൂർവം പാലിച്ച് എത്രയും വേഗം പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷികളാക്കി ഈ അൾത്താരയിൽ ഉയർത്തപ്പെടാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നാളിതുവരെ മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു പോയിട്ടുള്ള മുഴുവൻ ദൈവമക്കളെയും ഈ അൾത്താരയിൽ സമർപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥനെ വരവേറ്റുകൊണ്ട് നമുക്ക് ഇരുകരങ്ങളും ഉയർത്തി ശക്തമായി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഈശോയേ നിന്റെ ശക്തി ഈ സമയം ഈ ആലയത്തിൽ പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോസ്തല സമൂഹത്തോടൊപ്പം ദൈവമാതാവിനൊപ്പം പ്രാർത്ഥിച്ച സിഹിയോൻ ശാലയിലേക്ക് ആത്മാവിന്റെ അഗ്നി അയച്ചതുപോലെ ഞങ്ങളുടെ ഇടയിലേക്കും ഈശോയെ ദിവ്യകാരുണ്യ ശക്തിയായി നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ദിവ്യകാരുണ്യത്തിന് നീരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും കായികട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നീരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിട്ടെ. ഏറ്റവും അടുത്ത ക്രിസ്മസ് ജന്മദിനത്തിന് ഒരുങ്ങുന്ന ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ആഴമായ അനുതാപം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ തീരാത്ത
ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ ഉണങ്ങാത്ത മുറിവുകളില്ല. ആരാധിച്ചിടാം, താഴ്വണങ്ങിടാം, ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തിൻ. കൈകൾ വീശി ആരാധിച്ചിടാം, താഴ്വണങ്ങിടാം, ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. ആരാധിച്ചിടാം, താഴ്വണങ്ങിടാം, ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ. ദിവ്യകാരുണ്യത്തെ ആരാധിച്ചിടാം, താഴ്വണങ്ങിടാം, ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ
ഇടയാക്കണമേ. ഇടയാക്കണമേ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ആത്മാവാൽ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ദൈവമേ നന്ദി, ദൈവമേ ദിവ്യകാരുണ്യത്തെ ആരാധ്യം ചെയ്യാം. ദിവ്യകാരുണ്യത്തെ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ, പരിശുദ്ധ അമ്മേ, അമ്മേ, പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും മൗനമായിട്ട് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ വിഷയങ്ങളും സമാനമായിട്ടുള്ള ജീവിത ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളെയും കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷയായ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. കനിയണമേ. ആമേൻ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ധ്യാനം നയിക്കുവാൻ പോകുന്ന കൃപാസനത്തിന്റെ സ്ഥാപക ഡയറക്ടറായ ബഹുമാനപ്പെട്ട വി.പി. ജോസഫ് അച്ഛനെ ഈ അൾത്താരയിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ആരാധനയിലുടനീളം അച്ഛനിലൂടെ നീ തന്നെ ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജീവിതങ്ങളായ ജീവിത ദുരിതങ്ങളിലൂടെ ദുരന്തമുഖങ്ങളിലൂടെ കടന്നു പോകുന്ന ഓരോ മക്കളെയും ഈ അൾത്താരയിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ആരാധനയുടെ യോഗ്യതയാൽ അവരുടെ ജീവിതത്തില് എത്രയും വേഗം വലിയ സമാശ്വാസവും സന്ധിപ്പും അനുഭവവേദ്യമാകുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം,
സ്നേഹമുള്ളവരെ, പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ സമയം നൽകുന്നത്. കൃപാസനത്തിൽ എല്ലാ ദിവസവും മരിയൻ ഉടമ്പടി എടുക്കാനും പുതുക്കാനുമുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ 10:30 ഇംഗ്ലീഷ് മരിയൻ ഉടമ്പടി ക്ലാസ്സും ഉച്ചകഴിഞ്ഞ് 1:30 ഹിന്ദി മരിയൻ ഉടമ്പടി ക്ലാസ്സും രണ്ടാം ചൊവ്വാഴ്ചകളിൽ തമിഴ് മരിയൻ ഉടമ്പടി ക്ലാസ്സും രാവിലെ 10 മണിക്ക് ഉണ്ടായിരിക്കുന്നതാണ്. കൃപാസനത്തിൽ സമർപ്പണ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന യുവതികൾ, +2 ഡിഗ്രി പാസ്സായ കുട്ടികൾ 82 81 29 75 11 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. അതുമല്ലെങ്കിൽ apparitionmissionaries@gmail.com എന്ന ഇമെയിൽ അഡ്രസ്സിൽ കോൺടാക്റ്റ് ചെയ്യുക. കൃപാസനം പത്രം 23 ഭാഷകളിൽ ലഭ്യമാണ്. നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ ഏത് ഭാഷ കൊടുത്താൽ ദൈവജനത്തിന് ഏറ്റവും പ്രയോജനകരമാകും എന്നുള്ള ഭാഷകളാണ് ഉടമ്പടി എടുക്കുന്ന സഹോദരങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകേണ്ടത് എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊരു സുപ്രഭാതത്തിലെ ദൈവം കേരള മലയാള സഭയെ ഉടമ്പടിയിലേക്ക് എത്തിച്ചേർത്തതല്ല. കേരള സഭയിൽ വളർന്നു വന്ന ഒരാധ്യാത്മികമായ പരുവപ്പെടലിൻ്റെ ഭാഗമായി പൂത്തുലഞ്ഞതാണ് ഈ ഉടമ്പടി. ഉടമ്പടി ലക്ഷക്കണക്കിന് മനുഷ്യർ ഇതിനകം തന്നെ അവരുടെ വിശ്വാസം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞതാണ്. അതിൽ സംശയിക്കാതെ വിശ്വാസം ഇൻവെസ്റ്റ് ചെയ്തവരെല്ലാവരും തന്നെ അവർ ഇൻവെസ്റ്റ് ചെയ്ത തോതനുസരിച്ചുകൊണ്ട് വലിയ വലിയ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. ഇതിലെപ്പോഴും ഞാൻ ശ്രദ്ധിക്കുന്നത്, എല്ലാ രാജ്യങ്ങളിലുമുള്ള മലയാളികൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്. കേരളത്തിൽ തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലുള്ള മലയാളികൾ എടുത്തിട്ടുണ്ടെങ്കിലും ചില സമയത്ത് ചില സാക്ഷ്യങ്ങളിൽ തൃശ്ശൂർക്കാർ മുന്നിൽ നിൽക്കും. നിങ്ങൾ സാക്ഷ്യങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും. ഞാനത് വളരെ നിശ്ചിതമായ രീതിയിൽ സാക്ഷ്യങ്ങൾ പരിശോധിച്ചിട്ടാണ് അങ്ങനെ ഒരു കമൻറ്റ് പാസ്സാക്കുന്നത്. ചില സാക്ഷ്യങ്ങളിൽ തൃശ്ശൂരിൽ നിന്നുള്ള ആൾക്കാർ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വിശ്വസിച്ചില്ലെങ്കിൽ അവർ ഫ്ലാറ്റായിട്ട് വിശ്വസിക്കത്തില്ല. വിശ്വസിക്കുകയാണെങ്കിൽ പകുതി ഒരു കാല് പുറത്തും ഒരു കാലകത്തും അവരിടത്തില്ല. അതാണ് എനിക്ക് മനസ്സിലായത്. നമ്മൾ പോകാൻ വേണ്ടി ഇരിക്കുന്ന ആൾക്കാരില്ലേ, പകുതി ഇരിക്കുമല്ല, ഈ അരപ്രൈസിലൊക്കെ ഇരിക്കത്തില്ലേ, പോകാൻ വേണ്ടി ഇരിക്കുന്നവർ. അങ്ങനെ നമുക്ക് വിശ്വാസത്തിൽ സാധ്യമല്ല. പോകാൻ വേണ്ടി ഇരിക്കുന്നവർ നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കുറവായിരിക്കും, പ്രേക്ഷിത പ്രവർത്തനങ്ങൾ കുറവായിരിക്കും, പ്രാർത്ഥനാ ജീവിതം കുറവായിരിക്കും. അവരെപ്പോഴും ഇങ്ങനെ അവർ എടുത്ത നിയോഗത്തെക്കുറിച്ചുള്ള വിറവാദങ്ങളും വിറച്ചുതുള്ളലും മാത്രമേ ഉണ്ടാകത്തുള്ളൂ. എപ്പോഴും നിയോഗത്തെക്കുറിച്ച് അതിനെ പാതി ഒരു കാല പുറത്തും ഒരു കാലകത്തും എന്ന് പറഞ്ഞതിൻ്റെ അങ്ങനെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. അതൊരു നല്ലൊരു 50% വരും. അപ്പം ചിലർ തന്നെ കൊണ്ട് പറ്റത്തില്ലെങ്കിൽ അത് ഫ്ലാറ്റായിട്ട് ചാപ്റ്റർ ക്ലോസ് ചെയ്ത് കളയും. ഇനി ചിലർ വല്ലാത്ത രീതിയിൽ അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നവൻ വിശ്വാസം പക്ക ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തും. മുമ്പും പുറകും നോക്കാതെ ഇൻവെസ്റ്റ് ചെയ്യും. ഒക്കുവോ കിട്ടുമോ കിട്ടത്തില്ലേ അങ്ങനെ ഒന്നും നോക്കാതെ ദൈവത്തെ വളരെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഞങ്ങൾ പഠിച്ചിരിക്കുന്ന തിയോളജിയാണ്. ശരിക്കും പഠിക്കേണ്ടത്, തിയോളജിയോടൊപ്പം പഠിക്കേണ്ടത് ഒരു ഡിവൈൻ എൻജിനീയറിംഗ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ അങ്ങനൊരു സബ്ജക്റ്റ് ഉണ്ട്. ഇന്ന് അല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ ഉണ്ടാകും. അത് എങ്ങനെയാണ് ദൈവമായിട്ട് എങ്ങനെയാണ് ഒരാൾ വ്യത്യസ്തമായ കാലാവസ്ഥയിൽ
ദൈവമായിട്ട് കൊണ്ടും കൊടുത്തും പോകേണ്ടത് എങ്ങനെയെന്ന്. അതൊരു എൻജിനീയറിംഗ് ആണ് ശരിക്കും പറഞ്ഞാൽ. ദൈവത്തിൻ്റെ രീതി അനുസരിച്ചാണെങ്കിൽ തൻ്റെ ഭക്തൻ അല്ലെങ്കിൽ തൻ്റെ പങ്കാളി, ഇപ്പോൾ ഉടമ്പടിയിൽ ഭക്തനില്ലല്ലോ, പങ്കാളിയല്ലേ ഉള്ളത്. അപ്പം തൻ്റെ പങ്കാളി നീറ്റാണെങ്കിൽ, നീറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യസന്ധമായിട്ടാണ് ഇതിൻ്റെ തൻ്റെ പങ്കാളി ഉടമ്പടിയിൽ നിലനിൽക്കണമെങ്കിൽ ദൈവത്തിനുള്ള ഒരു നേട്ടമെന്ന് പറയണത് ദൈവം ഉദ്ദേശിക്കുന്നതെല്ലാം റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റും. കാര്യം നമ്മളെ രക്ഷിക്കാനുള്ള ഒത്തിരി മാർഗങ്ങൾ, നമ്മൾ ഏത് അവസ്ഥയിൽ കിടന്നാലും നമ്മളെ ആ അവസ്ഥയ്ക്ക് പറ്റുന്ന രീതിയിൽ ഗൈഡ് ചെയ്യാനുള്ള ഒത്തിരി ഫെസിലിറ്റേഷൻസ് ആണ് ദൈവത്തിനുള്ളത്. നമ്മൾ ഏത് രീതിയിലുള്ള ജീവിതാവസ്ഥയിലാണ് ചെന്ന് പെട്ടിരിക്കണമെന്നുണ്ടെങ്കിലും അവിടുന്നെല്ലാം നമ്മൾക്ക് പറ്റുന്ന ഇൻസ്ട്രുമെൻ്റ് തന്നുകൊണ്ട് നമ്മളെ പെർട്ടിക്കുലർ ഗൈഡൻസ് നടത്താൻ ദൈവത്തിന് പറ്റും. പക്ഷേ ദൈവം ഇത് ചില ആൾക്കാർക്ക് ആപ്ലിക്കേറ്റ് ചെയ്യാത്തതിൻ്റെ കാരണം അവരിതുപോലെ നിൽക്കാം പോണേ പോകാമെന്നും പറഞ്ഞ് പകുതി ഒരു കാലകത്തും ഒരു കാലം പുറത്ത് വിട്ട് ഉടമ്പടി ചെയ്യുന്നത് കൊണ്ടാണ് അവർക്കങ്ങനെ വന്നത്. അപ്പം ഞാനെപ്പോഴും നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ നിങ്ങളെപ്പോഴും ശാസിക്കുക മാത്രമേ ചെയ്യത്തുള്ളൂ, നിങ്ങളെ സൂചിപ്പിക്കുകയൊന്നും ചെയ്യത്തില്ല. സാധാരണഗതിയിൽ ശാസിക്കുകയുള്ളൂ. അതിൻ്റെ കാരണം നമ്മൾക്കിവിടെ കസ്റ്റമർ കെയർ ഇല്ല. ഒരു ബിസിനസ് സ്ഥാപനമാണെങ്കിൽ ഇപ്പോൾ ബാങ്കുകാരൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ, ഞാൻ ബാങ്കിൽ ഇവിടെ എല്ലാം ബാങ്കിലൊക്കെ പോണത് ഇവിടുത്തെ ആൾക്കാരാണ് പോണത്, ഞാൻ പോകത്തില്ല. പക്ഷെ പണ്ടൊക്കെ ഞാൻ എൻ്റെ ഇടവകയിരിക്കുമ്പോഴൊക്കെ ഇടവകക്കാരത്തിന് ബാങ്കിൽ ചെല്ലുമ്പോൾ അവർ നമുക്ക് ചായയൊക്കെ തരും. ആദ്യം മേടിച്ച് കുടിച്ചായിരുന്നു, പിന്നീട് എൻ്റെ അത് തട്ടിപ്പ് മനസ്സിലായത്. അത് നമ്മൾ പൈസ ഇടാൻ ചെല്ലുമ്പോഴേ അവർ ചായ തരത്തുള്ളൂ, പൈസ എടുക്കാൻ ചെല്ലുമ്പോൾ അവർ അപ്പം അത് ചുമ്മയാണത്. ശരിക്കും പറഞ്ഞാൽ അതൊരു കസ്റ്റമർ കെയറാണ്, ബിസിനസ് പോകാതിരിക്കാൻ വേണ്ടി. നിങ്ങൾക്ക് അങ്ങനെ ഒരു സംഭവം ഇവിടെ ഇല്ല. നിങ്ങളങ്ങനെ ആരെയും പ്രത്യേകിച്ച് കെയർ ചെയ്യുന്നില്ലല്ല, നോബഡി ആരെയും കെയർ ചെയ്യത്തില്ല. ചില ബ്രദർമാർ അവരുടെ സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി ആൾക്കാരെ പാമ്പർ ചെയ്യും. അപ്പം തന്നെ നിങ്ങളെ ഏതെങ്കിലും ഒരു ബ്രദർ ഇവിടെ ഉള്ളത് നിങ്ങളോട് പ്രത്യേക താല്പര്യം കാണിച്ചാൽ നിങ്ങളോടുള്ള താല്പര്യം കാണിക്കണത് എന്ന് ഓർത്തേക്കണം. അത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ഉണ്ട്. ഞാനിങ്ങനെയുള്ളവരെയൊക്കെ, അങ്ങനെയുള്ള ഒത്തിരി ആൾക്കാരിവിടെ ഉണ്ടായിരുന്നു, അവരൊക്കെ ഞാൻ വണ്ണായിട്ട് പെരുക്കി കളഞ്ഞ്. എന്താ കാര്യം, ഇവിടെ നമ്മൾ ആരെയും കെയർ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആരെയും അങ്ങനെ ആവശ്യമില്ലാതെ അവർക്ക് അറിയാൻ പാടില്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുക. ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റ് ആർക്കും കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും പേഴ്സണൽ ഇൻട്രസ്റ്റ് നിങ്ങളോട് കാണിച്ചാൽ അവർക്ക് ഹീസ് നോട്ട് എ ബ്രദർ, അയാളുടെ ഒരു ചതിയനാണെന്ന് അപ്പം തന്നെ മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടാകണം. നിങ്ങളോട് ആരെങ്കിലും ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റ് കാണിച്ചാൽ, കാര്യം ഇവിടുത്തെ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം നോ പേഴ്സണൽ ഇൻട്രസ്റ്റ് എന്നാണ്. നമുക്ക് കസ്റ്റമർ കെയർ ഇല്ല, നമുക്ക് എന്ത് കെയറാണ് ഉള്ളത്? കവനൻ്റ് കെയറാണ് ഉള്ളത്. അതാണ് വ്യത്യാസം. കസ്റ്റമറിനെ കെയർ ചെയ്യത്തില്ല, പക്ഷെ കസ്റ്റമർ കവനൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ കവനൻ്റ് കെയർ ചെയ്യും. കാര്യം കവനൻ്റ് എന്ന് പറയുന്നത് എന്താണ്? ഉടമ്പടി. അത് സത്യമായൊരു കാര്യമാണ്. ഞങ്ങളെ എന്തുമാത്രം ദൈവം സ്നേഹിച്ചിട്ടായിരിക്കും ഇങ്ങനെ ഒരു രഹസ്യം ഏൽപ്പിച്ചത് നിങ്ങൾക്കറിയാമല്ലേ? എന്തുമാത്രം ദൈവം. അപ്പം ഞാനും ഇപ്പം അച്ഛനായിട്ട് 40 കൊല്ലമായി. വന്ന വഴികളിലെല്ലാം സത്യസന്ധമായി തന്നെയാണ് വന്നത്. സത്യസന്ധമായി എന്ന് വെച്ചാൽ ദൈവത്തെ കൊണ്ട് തന്നെ മനുഷ്യൻ്റെ എല്ലാ വിഷയങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കണം. ദൈവത്തിനൊരു സബ്സ്റ്റിറ്റ്യൂഷൻ ഞാൻ എൻ്റെ ജീവിതത്തിൽ വെച്ച് പൊറുപ്പിച്ചിട്ടില്ല. അതൊരു നിലപാടിൻ്റെ ഭാഗമാണ്. ദൈവത്തിന് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ, ദൈവത്തിന് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആ വിഷയം ദൈവഹിതമല്ലെങ്കിൽ ദൈവഹിതം മാത്രം, അത് നെഗറ്റീവ് ആയാലും ദൈവഹിതം മാത്രം നിറവേറിയാൽ മതിയെന്നാണ്. അതൊരു നിലപാടാണ്. അപ്പം ദൈവമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ചുമ്മാ ILTS അല്ലെങ്കിൽ വസ്തു വിൽപ്പന, വസ്തു ജപ്തി, പരീക്ഷ, ഇങ്ങനെയുള്ള പല വ്യഞ്ജനങ്ങളുമായിട്ട് മാത്രം ദൈവമായിട്ട് നമുക്ക് അധികം മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. പലവ്യഞ്ജന വ്യാപാരമായിട്ട് ദൈവമായിട്ട് അധികം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല.
ദൈവമായിട്ട് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ദൈവം തന്നെ ആയിരിക്കണം അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം. പിടികിട്ടിയ? ദൈവം തന്നെ ആയിരിക്കണം. അത് നിൻ്റെ വിഷയമായിരിക്കരുത്. നിൻ്റെ വിഷയം ഇന്നത്തത് നാളത്തത് മറ്റന്നാളത്തത് മാറി മാറി വരും. പക്ഷെ ദൈവത്തിന് മാറ്റമില്ല. അപ്പം അതുകൊണ്ട് ഫസ്റ്റ് പ്രയോറിറ്റി, അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡെയിലി ബ്രെഡിൽ പറഞ്ഞത്, ഹെഡ് ടു ടെയിൽ അപ്രോച്ചാണ് എപ്പോഴും നല്ലത്. ടെയിൽ ടു ഹെഡ് അപ്രോച്ച് എന്ന് പറഞ്ഞ് റിജക്ഷൻ കൂടുമെന്ന് പറഞ്ഞായിരുന്നു ഇല്ലേ? നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴല്ലേ തലേന്ന് വായിൽ നിന്ന് താഴേക്കല്ലേ പോകുന്നത്, അത് ദഹിച്ച് ആരോഗ്യമായിട്ട് മാറും. പക്ഷേ താഴേന്ന് മേലോട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് ഛർദ്ദിലായിട്ട് മാറും, റിജക്ഷൻ ആവും അല്ലേ? അതാണ്. അപ്പോൾ എപ്പോഴും ദൈവത്തിന് തലയ്ക്ക് പ്രാധാന്യം കൊടുത്ത് വേണം നമ്മൾ, അത് നമ്മുടെ വയറിന് പ്രാധാന്യം കൊടുക്കരുത്. അതാണ് ടെയിൽ ടു ഹെഡ് എന്ന് പറയുന്നത്. വയറിന് ജോലി, വീട്, വിവാഹം, പ്രൊമോഷൻ അങ്ങനെയുള്ള വയറ്റിപ്പഴപ്പ് വിഷയങ്ങൾക്ക് അമിത പ്രാധാന്യം കൊടുത്താൽ അതിൻ്റെ അർത്ഥം വയറിൽ നിന്നാണ് നമ്മൾ ഹെഡിലേക്ക് വരുന്നത്, ദൈവത്തിലേക്ക് വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഛർദിലാണ് അങ്ങനെ വരുന്നത്. വയറ്റിൽ നിന്ന് വായിലിട്ട് തന്നെ അങ്ങനെ ഛർദിലല്ലേ? റിജക്ഷൻ കൂടും. അപ്പോൾ റിജക്ഷൻ കൂടും. റിജക്ഷൻ വരരുത്, മറിച്ച് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തിട്ട് താഴേക്ക് വരണം. അപ്പോൾ എപ്പോഴും അത് എപ്പോഴും നമ്മൾ ആ ബാലൻസ് കീപ്പ് ചെയ്യുന്നുണ്ടെന്ന് നോക്കണം. ബാലൻസ് കീപ്പ് ചെയ്യുന്നുണ്ടെന്ന് നോക്കണം. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ദൈവത്തിന് ഇങ്ങോട്ട് തരാൻ ബാലൻസ് ഇങ്ങോട്ട് തരാനുണ്ടാകണം. നമ്മളൊരു സാധനം വാങ്ങിക്കുമ്പോൾ, നമ്മൾ പൈസ കൊടുക്കുമ്പോൾ കടക്കാരൻ എണ്ണി നോക്കും, ഇതിൻ്റെ 2 രൂപ കുറവുണ്ടോയെന്ന് അയാൾ പറയാനിട പെടുത്തരുത്. അങ്ങനെ പറയണം, ഇതിൻ്റെ 2 രൂപ കൂടുതലുണ്ടല്ലോ എന്ന് പറയണം. മനസ്സിലായി? അതാണ് മാന്യമായ കച്ചവടം എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളുടെ ബിഷപ്പ് ഞങ്ങൾക്കൊരു ക്രിസ്മസ് മെസ്സേജ് തന്നു. അപ്പോൾ ഡിവൈൻ കൊമേർച്ച് എന്ന് പിതാവ് പറഞ്ഞു. അത് ഞാൻ പിതാവിനോട് എൻ്റെ ബാക്കിൽ വാക്ക് നല്ല ഉണ്ടായിരുന്നു. വിശുദ്ധ വിനിമയം, ദൈവമായിട്ടുള്ള ഇടപാടെല്ലാം വിശുദ്ധ വിനിമയമാണ്. വിശുദ്ധ വിനിമയത്തിൽ എപ്പോഴും വരണത്, ഈ നമ്മൾ ഒരു കടക്കാരന് ഒരു സാധനം വാങ്ങി പൈസ കൊടുക്കുമ്പോൾ അയാൾ എണ്ണി നോക്കുമ്പോൾ 2 രൂപ കുറവുണ്ടല്ലോ എന്ന് അയാൾ പറഞ്ഞാൽ ഈ കസ്റ്റമർ ഒരു ഡിഫീറ്റഡ് പേഴ്സണാണ്. പക്ഷേ മറിച്ച് എന്താ ചെയ്യേണ്ടത്? ആ കടക്കാരൻ നമുക്ക് കൊടുത്ത പണം എണ്ണി നോക്കുമ്പോൾ നമുക്ക് വാങ്ങിച്ച സാധനത്തിനേക്കാൾ കൂടുതലായിരിക്കണം. അതാണ് മാന്യമായ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ആധ്യാത്മിക ജീവിതത്തിൽ. നിങ്ങൾ വീട്, ജോലി, വിവാഹം എന്ന് പറയുമ്പോൾ നിങ്ങൾ നക്കാപ്പിച്ച 10 പത്രം കൊടുത്ത് അത്രേ ഉള്ളൂ അല്ലേ? ആശുപത്രിയിൽ പോയി ഒരു പൊതിച്ചോറ് കൊടുത്തു. ദൈവം നിങ്ങൾക്ക് തന്നതുമായിട്ട് നോക്കുമ്പോൾ നിങ്ങൾ കൂടുതലാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഈ ബിസിനസ് കുറച്ച് കഴിയുമ്പോൾ മുന്നോട്ട് പോകത്തില്ല. എപ്പോൾ നോക്കിയാലും കഴിഞ്ഞ ദിവസങ്ങളിലെ അക്കൗണ്ടൻറ്റ് ജനറലിൻ്റെ സാക്ഷ്യം ഉണ്ടായി. അക്കൗണ്ടൻറ്റ് ജനറൽ, ഇതിൻ്റെ പേര് ജിയോ, സൗത്ത് ആഫ്രിക്കയിലാണ്, നമ്മുടെ നാട്ടുകാരനാണ്. അപ്പം അദ്ദേഹത്തിന് ഒരു വലിയ പ്രശ്നമുണ്ടായി. ഈ വലിയവർക്ക് വലിയ പ്രശ്നങ്ങളാണ്, ചെറിയവർക്ക് ചെറിയ പ്രശ്നങ്ങൾ. ആനയ്ക്ക് ആനത്തലയോളം ദുഃഖം, അണ്ണാനി അണ്ടിപ്പരിപ്പോളം ദുഃഖമാണ്. അപ്പോൾ വലിയവരുടെ ദുഃഖം എന്ന് പറയുന്നത് വലിയ ദുഃഖങ്ങളായിരിക്കും. ഇപ്പം ഈ അക്കൗണ്ട് ജനറൽ എന്ന് പറയുമ്പോൾ സ്റ്റേറ്റിൻ്റെ ആളാണേ, മിനിസ്റ്റർ കഴിഞ്ഞാലുള്ള, ആ സൗത്ത് ആഫ്രിക്കയിലെ മിനിസ്റ്റർ കഴിഞ്ഞാലുള്ള പൊസിഷനിലിരിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം ഈ പൊസിഷനിലേക്ക് പ്രൊമോട്ട് ചെയ്യപ്പെട്ട്, ആക്ടിങ് ആണ്, പ്രൊമോട്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ അക്കൗണ്ട് ജനറലിൻ്റെ പൊസിഷനിലേക്ക് അദ്ദേഹം പ്രൊമോട്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഒരു കാര്യം പുള്ളി അറിഞ്ഞിട്ടാൽ അദ്ദേഹത്തിന് മുമ്പ് അവിടെ വർക്ക് ചെയ്തത് അദ്ദേഹത്തിന് പകരം 3 പേരാണ് വർക്ക് ചെയ്തിരുന്നത്. അവരുടെ കാലത്ത് വലിയ അലിഗേഷൻസ് ഉണ്ടായി, എന്നുവെച്ചാൽ അഴിമതികളുണ്ട്. അപ്പം ഇദ്ദേഹമാണത് ഒപ്പിട്ടി ചാൻസ് ഇത് തസ്തിക വാങ്ങിച്ചതല്ല, ആ തസ്തിക പുള്ളി അധികാരമേറ്റത് ഈ അഴിമതിക്കാരിൽ നിന്നാണ് അധികാരമേറ്റത്. അത് ഒപ്പിട്ട് അധികാരമേറ്റപ്പോൾ ലീഗലായിട്ട് അവർ ചെയ്തു വെച്ച എല്ലാ കള്ളത്തരത്തിനും
പുള്ളി പ്രതിയായി. അത് വിഷയം അറിയാമല്ല, ഇത്രയും വലിയ പൊസിഷൻ പിന്നെ നേരെ ജയിലിലോട്ടാണ് പോണത്. ഉടനെ ലീഗൽ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങി. ലീഗൽ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയപ്പോൾ മറ്റേ 3 പേരും ഉടനെ രാജിവെച്ചായിരുന്നു. രാജിവെച്ചിട്ടാണ് ഇയാളെ കയറ്റിയത്. അത് ഇങ്ങനെ ഒരു തട്ടിപ്പ് ഇതിനകത്ത് ഉണ്ടായിരുന്നുള്ള കാര്യം ഇയാൾക്ക് അറിയത്തില്ലായിരുന്നു. സ്വാഭാവികമായ പ്രൊമോഷനാണെന്നും പറഞ്ഞ് അദ്ദേഹം അധികാരമേറ്റതാണ്. മറ്റവർ രാജിവെച്ച പോലെ അറിയത്തില്ല. ലീഗൽ ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ ഇങ്ങനെ അപ്പോയിൻ്റ് ചെയ്ത മന്ത്രിക്കും രാജിവെക്കേണ്ടി വന്നു. കാര്യം എന്താണ്? തെറ്റുകൾ ലീഗലായിട്ട് ശരിയായിട്ട് വന്നു. അഴിമതി നടന്നിട്ടുണ്ടെന്നുള്ളത് വ്യക്തമായി. അപ്പോൾ ഈ പഴയ ഡിപ്പാർട്ട്മെൻറ്റ് മൊത്തം രാജിവെച്ച് ഇങ്ങേര് കോടതിയിലുമായി. കോടതിയും കേസായിട്ട് നടക്കുകയാണ്. കോടതിയും കേസായിട്ട് നടക്കുന്നതിനിടയ്ക്ക് ഇതിനുള്ളിൽ വേറൊരു സങ്കടകരമായൊരു ചതി നടന്ന് പുള്ളിയുടെ വക്കീൽമാർ 3 പേര് അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻഷ്യൽ ഡേറ്റ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വളരെ പ്രൈവറ്റായുള്ള സ്വകാര്യ ഡേറ്റകൾ ഇയാളുടെ വക്കീൽ, ഇയാളുടെ ശമ്പളം വാങ്ങിക്കുന്ന വക്കീൽ തന്നെ ചോർത്തിയെടുത്ത് മറുപക്ഷത്തിന് കൊടുത്ത്. അപ്പം മനസ്സിലായി ഇയാൾ പെട്ടുപോകും, അകത്താവുമെന്ന് വിചാരിച്ചു. പുള്ളി അപ്പം തന്നെ 5 ദിവസത്തേക്ക് ലീവ് എടുത്ത് നേരെ ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് നിന്ന് ഉടമ്പടി എടുത്തു. ഇപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോഴും ഈ ഉടമ്പടിയുടെ ഒരു ഗുണം കണ്ടില്ലേ? അപ്പോൾ ഇത് സാധാരണ ജീവിതക്കാർ തൊട്ട് ടോപ്പായിട്ടുള്ള മനുഷ്യർ വരെ അവർക്കൊരു ആപത്ത് വന്നാൽ അഭയം പ്രാപിക്കാൻ പറ്റിയ സ്ഥലമായി അമ്മ ഇതിൻ്റെ ഈ ഉടമ്പടിയെ ഉയർത്തിയിട്ടുണ്ട്. ഇനി രസം എന്താ വെച്ച് കഴിഞ്ഞാൽ, കൃപാസന അമ്മയുടെ പ്രവർത്തനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഞെട്ടിപ്പോവും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം നിന്ന് പ്രവർത്തിക്കുന്നതിന് പകരമായിട്ടാണ് അമ്മ നമ്മുടെ കൂടെ ദൈവത്തിൻ്റെ ഒരു അംബാസിഡറെ പോലെ, പ്രതിനിധിയെപ്പോലെ നിൽക്കുക. അമ്മ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായത് അനുഭവത്തിൽ നിന്ന് മനസ്സിലാകണത്, ആശയപരമായതിനേക്കാളുപരി അനുഭവത്തിൽ നിന്ന് മനസ്സിലാകണത് അമ്മ ദൈവത്തിൻ്റെ ഒരു പ്രതിനിധിയായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് പല പ്രവർത്തനങ്ങളും, ദൈവപ്രവർത്തനങ്ങളും നടക്കുന്നത് അമ്മയുടെ ഒരു പരിപാലനയുടെ തണലിലാണ് ഈ സംഭവം നടക്കുന്നത്. ഇനി അമ്മയുമായിട്ട് ഉടമ്പടി എടുത്തപ്പോൾ തന്നെ ഉണ്ടായ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഇയാളുടെ ഉടമ്പടി ഇപ്പം അമ്മയെ സംബന്ധിച്ചുള്ളത് ഉടമ്പടി വെക്കുമ്പോൾ അറിയാൻ പറ്റും. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഉടമ്പടി വെക്കുമ്പോൾ തന്നെ നിങ്ങൾ ഉടമ്പടി എഴുതുന്ന സമയത്ത് തന്നെ അത് ഉടമ്പടി ആകും. ആകണതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ വിഷയങ്ങൾ ചെയ്യുമെന്ന് ദൈവത്തിനറിയാം. അപ്പം തന്നെ അത് ഉടമ്പടി ആകുകയാണ്. ഉടമ്പടി വർക്ക് ചെയ്യുന്നതിന് വിതിൻ നോ ടൈം മതി. നിങ്ങൾ എഴുതുന്ന സമയത്ത് തന്നെ ഉടമ്പടി വർക്കൗട്ട് ചെയ്യാം, വർക്കിംഗ് തുടങ്ങും. അത് സത്യസന്ധമാണെങ്കിലേ വർക്ക് തുടങ്ങത്തുള്ളൂ. അതാണ് ഇവിടുത്തെ വിഷയം എന്ന് പറയണത്. എഴുതണ എന്താണെന്ന് അറിയത്തില്ല. വീട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ അത് എഴുതിയായിരുന്ന, ഞാൻ എന്താണത് ഇനി ഉടമ്പടി ചെയ്യുമ്പോൾ ഞാൻ ആ ക്ലാസ്സിൻ്റെ സമയത്ത് ഞാൻ ഉറങ്ങിപ്പോയായിരുന്നു. എന്തൊക്കെ കേട്ടെന്നറിയാം. അപ്പോൾ അല്ലാതെ ഈ അലവലാദികൾ കുറേ എണ്ണം ഉടമ്പടി എടുത്തിട്ടുണ്ട്. അതാണ് ഉടമ്പടി ഒരു ശാപം എന്ന് പറയണത്. ചുമ്മാ വഴിപോക്കന്മാരും ഈ ആലപ്പുഴയിൽ നിന്ന് മകളെ കാണാൻ വേണ്ടി വേണം, ഇതാണ് കൃപാസനം, എന്നാൽ കയറി ഉടമ്പടി എടുത്തേക്കാൾ അങ്ങനെ കുറേ അലവലാതി ചേർത്തിമാർ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അവരൊക്കെ നമുക്ക് 8ൻ്റെ പണി തന്നുകൊണ്ടിരിക്കുകയും. കാര്യം വെച്ചാൽ അവരുടെ ഉടമ്പടി വിജയിക്കത്തില്ല. കാരണം ഉടമ്പടിയെ സംബന്ധിച്ചിടത്തോളം ഉടമ്പടി വെക്കുമ്പോൾ തന്നെ ആക്ഷനാകും. കാര്യം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫോർമുല സത്യസന്ധമായതുകൊണ്ടാണ്. അവൻ പറയണത് പോലെ ചെയ്തോളാന്നല്ലേ നമ്മൾ പറയണത്. അപ്പം ദൈവത്തിന് നിങ്ങൾ എഴുതുമ്പോൾ തന്നെ അറിയാം നിങ്ങൾ ചെയ്യുക ഇല്ല എന്നുള്ളത്. നിങ്ങളെക്കൊണ്ട് നിങ്ങൾ ചിലർ മറന്നു പോകും, ചിലത് മാറ്റി വെക്കും. അങ്ങനെയല്ല സംഭവിക്കണത്. ചിലത് മറന്നു പോകും, ചിലത് നാളെ ചെയ്യാവേ ചെയ്യത്തില്ലെന്നൊന്നും പറയത്തില്ല. ചിലർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചെയ്യത്തില്ല. ചിലർ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം എടുത്ത് 21-28 എടുത്ത്. മത്തായി 21-28.
നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒരു മനുഷ്യന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു. അവൻ ഒന്നാമന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, മകനെ പോയി ഇന്ന് മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യുക. ഞാൻ പോകാമെന്ന് അവൻ പറഞ്ഞു. എങ്കിലും പോയില്ല. അവൻ രണ്ടാമത്തെ അടുത്ത് ചെന്ന് ഇത് തന്നെ പറഞ്ഞു. അവനാകട്ടെ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞു. എങ്കിലും പിന്നീട് പശ്ചാത്തപിച്ച് അവൻ പോയി. അതെ, വിഷയം കഴിഞ്ഞാൽ ചിലരിതുപോലെ ചെയ്യാമെന്ന് പറഞ്ഞാലും ഉടമ്പടി ചെയ്യത്തില്ല. പതുക്കെ ഉഴപ്പിയും താമസിപ്പിച്ചും. കാര്യം ഇതിൻ്റെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ താമസിച്ച് ഘട്ടം ഘട്ടമായി ഒക്കുമ്പോൾ, സമയമൊക്കെ നോക്കി ഒക്കുമ്പോൾ ഒത്തൊക്കെ ചെയ്യണില്ലേ, ഈ ഉടമ്പടിയാണ് ഏറ്റവും ഡാമേജ് ആകണത്. അതായത് നമ്മൾ സമയമൊക്കെ നോക്കി കൊച്ചും ഉറങ്ങി, തള്ളയും ഉറങ്ങി, പിള്ളേർ പള്ളിക്കൂടത്തിൽ പോയി, ഇങ്ങനെ ഉള്ള പണികളെല്ലാം കഴിഞ്ഞതിന് ശേഷം അവസാനം വേസ്റ്റ് ടൈം വരും. അത് വിശ്രമ ടൈമല്ല, വേസ്റ്റാണത് നിങ്ങളുടെ. ഈ വേസ്റ്റ് ടൈമാണ് കർത്താവിന് കൊടുക്കുന്നത്. കാര്യം ഇതിൽ ഒന്നാം സ്ഥാനം ഒന്നുമില്ല. കൊച്ചിനായിരുന്നു ഒന്നാം സ്ഥാനം, ഭർത്താവിന്, പിന്നെ വീട്ടിലെ കാര്യത്തിന്. ഇതെല്ലാം കൂട്ടിയിട്ട് സ്വസ്ഥമായിട്ട് ഉടമ്പടി കാര്യം ചെയ്യും. ദാറ്റ് ഇസ് നോൺസെൻസ്. ഇതിൻ്റെ സ്പീഡിലായി സംഭവിക്കുന്നത്, സത്യസന്ധത ഇരിക്കുന്ന സ്പീഡിലാണ്. എൻ്റെ അർത്ഥം എന്താണ്? ഭർത്താവിനേക്കാളും ദൈവത്തിന് കൊടുക്കണ കാര്യം എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചേക്കണം. ദൈവത്തിന് കൊടുക്കണ കാര്യം, ഇപ്പം നമ്മൾ വീട്ടിലെ പട്ടിക്ക് ആഹാരം കൊടുക്കുക എങ്ങനെ? വീട്ടുകാരെല്ലാം തിന്ന് തീർത്ത് എല്ലാവരും എഴുന്നേറ്റ് പോയി കുറേ ബാക്കി വന്നതിന് ശേഷമാണ് പട്ടിക്കുഞ്ഞ് കൊടുക്കുന്നത്. ഇതല്ലേ ഇപ്പം നിങ്ങളും ദൈവത്തോട് കാണിക്കണത്? ഇതല്ലേ ദൈവത്തോട് കാണിക്കണത്? നിങ്ങളുടെ വീടിൻ്റെയും മക്കളുടെയും ഭർത്താവിൻ്റെയും ഭാര്യയുടെയും വീട്ടിൻ്റെയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷമുള്ള ബാക്കി വേസ്റ്റ് ടൈമാണ് നിങ്ങൾ ദൈവത്തിന് കൊടുക്കുന്നത്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പരിശുദ്ധമായി പ്രവർത്തിക്കാൻ താമസിക്കും. അവർ ഈ മരണം വരെ ഇങ്ങനെ ദൈവത്തോട് ഇങ്ങനെ ചെയ്യത്തുള്ളവർ. അവർ നല്ലത് ചെയ്യാൻ ദൈവം പോലും അവർ അനുവദിക്കത്തില്ല. കാര്യം എന്താണ്? അവരുടെ ദൈവത്തിന് ആവശ്യമില്ല. വേറെ പ്രശ്നമൊന്നുമില്ല. ഈ പഴഞ്ചാക്കിനെയും കൊണ്ടുള്ളതിന് എന്തിനാണ് ദൈവത്തിന് ആവശ്യമില്ല. ഇവരിങ്ങനെ ചെയ്യത്തുള്ളൂ. അവരവരുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള വേസ്റ്റ് ആയിരിക്കും ദൈവത്തിന് കൊടുക്കുന്നത്. അപ്പോൾ ദൈവത്തിന് അത് റിജക്റ്റഡ് ആവും. അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും ദൈവത്തിൻ്റെ തിരുസന്നിധി വരുമ്പോൾ ഈ കായേന് സംഭവിച്ച വിഷയം അതല്ലേ? കായേന് സംഭവിച്ചത് എന്താണ്? അത് തന്നെ വിഷയമാണ്. ആബേല് കാണിക്കകളെ കൊടുക്കുമ്പോൾ ദൈവത്തിന് പ്രയോറിറ്റി കിട്ടണം. ദൈവത്തിൻ്റെ ഒരു ഭക്തനും വിശ്വസ്തനുമായ, ഭക്തനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും വിശ്വസ്തനായിരിക്കും. വിശ്വസ്തനല്ലാത്തൊരു ഭക്തനെക്കുറിച്ച് ദൈവത്തിന് ചിന്തയില്ല. ഭക്തൻ വിശ്വസ്തനായിരിക്കും എപ്പോഴും. പിന്നെ ദൈവത്തിൻ്റെ സ്വന്തമായിരിക്കും. ദൈവത്തിൻ്റെ സ്വന്തമായി നമുക്കിങ്ങനെ ഈശോ വന്നപ്പോഴും ഈ വിഷയത്തിൽ ഈശോയും ഒരു നിലപാടെടുത്ത് എന്താ ഈശോ പറഞ്ഞത്? ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കുക സാധ്യമല്ല. അതാ വിഷയം. അത് ഒരു നിലപാടാണ്. അത് നമ്മളൊരു ദൈവമായിട്ട് ഡീല് ചെയ്യുന്ന ആൾക്കാർ കൈവരിക്കേണ്ട ഒരു നിലപാട്. മത്തായി 6:24 ദൈവത്തെയും മാമോനെയും സേവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. അതിൻ്റെ വിഷയം എന്ന് പറയുമ്പോൾ ഈ ദൈവത്തിനെയും ദൈവമല്ലാത്തതിനെയും നമ്മൾക്ക് ഒരുമിച്ച് സേവിക്കാൻ സാധ്യമല്ല. എപ്പോഴും മേൽക്കൈ, ഒന്നാം സ്ഥാനവും അതിൻ്റെ അടുത്ത സ്ഥാനങ്ങളും എല്ലാം ദൈവത്തിന് തന്നെയായിരിക്കണം. ഞാൻ നിങ്ങൾ പറയുന്നത് ഇതൊരു വഴക്കായിട്ട് നിങ്ങൾ കരുതരുത്. കാര്യം നിങ്ങളുടെ ഗ്രോത്ത് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട വിഷയം ദൈവത്തിന് നമ്മളെ ഒരു വിശ്വാസം തോന്നണം. അതാണ് ഇപ്പം നമ്മൾക്ക് ദൈവത്തെ വിശ്വാസം തോന്നണം അല്ല, ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങളോട്, അല്ലേ? ദൈവത്തിന് നമ്മളെ ഒരു വിശ്വാസം തോന്നണം.
ദൈവത്തിന് നമ്മളെ എങ്ങാനും വിശ്വാസം തോന്നിയാൽ ഇങ്ങനെയൊന്നും അല്ല ചെയ്യണത്. ദൈവം നമ്മൾ പറയണ വിഷയങ്ങളുമല്ല, നമ്മൾ പറയുന്ന വിഷയം പലതും ദൈവദർശനത്തിൽ കോമഡിയായിട്ടേ വരത്തുള്ളൂ. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അത് ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്, എത്ര അധികമായി നന്മകൾ നൽകുകയില്ല. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഒരുമിച്ച് എല്ലാവരും സന്തോഷത്തോടെ ലൂക്കാ 11:13. ലൂക്കാ 11:13. മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്ക് അറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. ദൈവം നൽകണ വിഷയം നോക്കുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന രീതിയിലല്ല, എൻ്റെ മോഡ് വേറെയാണ്. നിങ്ങളൊരു സ്ഥലം വാങ്ങിക്കുന്നു. ഇപ്പം അമ്മ സ്ക്രൂ ചെയ്ത് മകനെ സ്ഥലം മേടിക്കുക, അത് ഇട്ടും പോയാൽ കുഴപ്പമാണ്. നമ്മൾ ഇവിടെ എഴുതിയിട്ടിട്ടുണ്ട് സ്ഥലം മേടിക്കാൻ വേണ്ടി, അതിൻ്റെ ഇതിലുണ്ട്. ചിലപ്പോൾ ആ സ്ഥലം മേടിക്കാന്ന് കേൾക്കുമ്പോൾ കളങ്കമൊന്നുമില്ല, പക്ഷെ അതിൻ്റെ അകത്ത് കളങ്കം ഉണ്ടാകും. അമ്മ ഉദ്ദേശിക്കുന്നത് മൂത്ത മകളെ തല്ലിപ്പിരിച്ച് ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കാനായിരിക്കും, അറിയത്തില്ല. അതിൻ്റെ വിഷയം. മൂത്ത മകളെ കെട്ടിച്ചു വിട്ടിട്ടുണ്ട്, അമ്മയ്ക്കതിനെ കാണാതിരിക്കാൻ പറ്റത്തില്ല. അത് കാരണം ആ കുടുംബം എങ്ങനെ കലക്കാൻ പറ്റും? ആ വീട്ടിൽ നിന്ന് അവനെയും അവളെയും പൊക്കിക്കൊണ്ടുവന്ന് തൻ്റെ വീടിൻ്റെ അടുത്ത് താമസിപ്പിക്കാൻ വേണ്ടി അമ്മ നേരത്തെ സ്ഥലം മേടിച്ചിടുകയാണ്. ഈ സാധനമൊക്കെയാണ് ഉടമ്പടി വെച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ ദൈവം വീടുകാർ തല്ലുമ്പിക്കുവാറ്. അതാണ് സംഭവിക്കുന്നത്. നിഷ്കളങ്കത എന്ന് പറഞ്ഞ ഇതാണ്. എപ്പോഴും കളങ്കം ഉണ്ടാകരുത്, നിങ്ങളുടെ നിയോഗത്തിൽ കളങ്കം ഉണ്ടാകരുത്. ദൈവത്തെ നിരക്കാത്ത നിയോഗങ്ങൾ സ്വീകാര്യമല്ല. പല ഉടമ്പടി എടുത്താൽ പോകാത്തതിൻ്റെ കാര്യം ദൈവത്തിന് നിരക്കാത്ത നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യവും. അത് മറ്റുള്ളവർക്ക് എന്തിനാണ് ഈ മുത്തമകളെ കൊണ്ടുവന്ന് അരികെ താമസിപ്പിക്കേണ്ടത്? എന്തിനാണെന്ന് അറിയാവോ? കൂടെ താമസിക്കുന്ന മരുമകൾക്ക് പണി കൊടുക്കാനാണേ. അതാണ് വിഷയം, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ വളരെ തന്ത്രവും കുതന്ത്രവും പിടിച്ച സാധനമാണ്. അതുകൊണ്ടല്ലേ ഈ പരിശുദ്ധ കുർബാനയൊക്കെ ചെല്ലുമ്പോൾ ചില വലിയമ്മമാർക്ക് കൊണ്ടേ കൊടുക്കുമ്പോൾ ഇറങ്ങാത്തതിൻ്റെ കാര്യം എന്താ? ഇറങ്ങിയിട്ട് കാര്യമില്ലെന്ന് കർത്താവിന് തന്നെ അറിയാം. ഈ പിശാചിനകത്തോട്ട് കയറിയിട്ട് കാര്യമില്ലെന്നറിയാം. ആ സാധനം അങ്ങനെ കിടന്ന് ചത്തുപോകും. അഭ്യാസങ്ങളൊന്നും കാണിക്കരുത്. ശരിക്കും പറഞ്ഞാൽ വളരെ നിഷ്കളങ്കരും തൻ്റെ തിരുസന്നിധിയിൽ നിഷ്കളങ്കരും പരിശുദ്ധരുമായിരിക്കുക. എടുത്ത് തെക്കുവടപ്പോൾ ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. എഫേസോസ് 1:4. തന്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. എന്തൊരു ആഴമുള്ള വചനമാണെന്ന് നോക്കിയേ. ഒന്നിന് പറഞ്ഞ് തൻ്റെ മുമ്പാകെ നിഷ്കളങ്കരും പരിശുദ്ധരുമായിരിക്കുവാൻ ലോകസ്ഥാപനത്തിന് മുന്നേ തന്നെ അവിടുന്ന് നമ്മളെ ക്രിസ്തു യേശുവിൽ തിരഞ്ഞെടുത്തു.
അപ്പം ക്രിസ്തുവേശം തിരഞ്ഞെടുത്തിരിക്കുന്ന ആരെയാണ്? യഹൂദന്മാരെയാണ്? അല്ല, ക്രിസ്ത്യൻസിനെ, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെയാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരാരാണ്? ദൈവദർശനത്തിൽ ആരായിരിക്കണം? തൻ്റെ മുമ്പാകെ പരിശുദ്ധരായിരിക്കണം. പിന്നെ ആരാണ്? കാപട്യം ഉണ്ടാവരുത്, നിഷ്കളങ്കരായിരിക്കണമെന്നാണ്. ഇപ്പം ദൈവത്തിന് നിരക്കാത്ത, ദൈവസ്നേഹത്തിന് നിരക്കാത്ത എല്ലാ നിയോഗങ്ങളും വെട്ടി തീയിലെറിയപ്പെടും. അതാണ് ഈശോ എൻ്റെ പിതാവ് നടാത്ത എല്ലാ വൃക്ഷങ്ങളും വെട്ടി. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. മത്തായി 15:13. അവൻ മറുപടി പറഞ്ഞു, എന്റെ സ്വർഗീയ പിതാവ് നട്ടതല്ലാത്ത ചെടികളൊക്കെയും പിഴുതു മാറ്റപ്പെടും. അപ്പം ദൈവത്തിന് നിരക്കാത്ത നിയോഗങ്ങൾ, നിഷ്കളങ്കമല്ലാത്ത നിയോഗങ്ങൾ നശിപ്പിക്കപ്പെടും. അപ്പോഴും നിയോഗങ്ങൾ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് വിഷയം. അതെല്ലാം കുറച്ച് പ്രാർത്ഥിച്ച് വേണം വരാൻ. പ്രാർത്ഥിച്ചും ആലോചിച്ചും പ്രാർത്ഥിച്ചും ദൈവദർശനം നിരക്കുന്നതാണെന്ന് നോക്കണം. നിങ്ങളുടെ ആപത്തിൽപ്പെട്ടെന്ന് വിചാരിച്ചോ? ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പം തന്നെ ഈ ജിയോസാൻ്റെ സാക്ഷ്യത്തിൽ എന്താ പറയണമെന്നറിയാമോ? ജിയോസാൻ്റെ വക്കീൽമാർ തന്നെ അയാളുടെ രഹസ്യം ചോർത്തി മറുപക്ഷത്ത് കൊടുത്ത്. അപ്പം അങ്ങനെ കെട്ടിലായിപ്പോയി. ഇങ്ങനെ ഡിഫെൻഡിങ് പോയിൻ്റ് എല്ലാം പോയി. അപ്പോൾ വന്ന് എന്ത് ചെയ്ത്? അമ്മയോട് വന്ന് സങ്കടപ്പെട്ട് പറഞ്ഞു, അവർ ചോർത്തി എല്ലാം നൽകി, അമ്മേ ഞാൻ ഇനി എങ്ങനെ ജീവിക്കും, ഞാൻ അകത്ത് പോകുമെന്ന് പറഞ്ഞു. ഇയാൾ പറന്ന് അവിടെ എത്ര മുമ്പ് തന്നെ ആ വക്കീൽമാരാകുമ്പോൾ ഡിസ്മിസ് ചെയ്ത് കളഞ്ഞു. പെട്ടെന്നാണ് ആക്ഷനെ സംഭവം, അത്രയും സ്പീഡാണ്. ഇയാൾ ഉടമ്പടി ചെയ്ത് അവിടെ എത്ര മുമ്പ് തന്നെ. അതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ആ ഉടമ്പടി നമ്മൾ ഒരു ഗവേഷണ ബുദ്ധിയെ പരിശോധിച്ചാൽ എനിക്ക് മനസ്സിലായത് എന്തുകൊണ്ടാണ് ഈ സഡൻ ആക്ഷൻ. ഈ വക്കീൽമാരെ 3 പേരെ അമ്മ ഒറ്റടിക്ക് ഡിസ്മിസ് ചെയ്യാൻ കാര്യം എന്താ? ഒറ്റ കാര്യമേ ഉള്ളൂ, ഈ ജിയോനെ അമ്മയ്ക്ക് വിശ്വാസമാണ്. അതാണ് മെയിൻ വിഷയം. ജിയോ ഈ ഉടമ്പടിയുമായിട്ട് മുന്നോട്ട് പോയാൽ ദൈവത്തിന് ഇങ്ങോട്ടേ തരാൻ പറ്റത്തുള്ളൂ. ഈ കൊമേഴ്സ് അവസാനിക്കുമ്പോഴേ ജിയോക്ക് അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടല്ലേ കൊടുക്കുന്നത്, ദൈവത്തിന് ഇങ്ങോട്ട് തരാൻ പറ്റത്തുള്ളൂ. ആ രീതിയിലാണ് ഈ മനുഷ്യൻ ദൈവദർശനെ വ്യാപരിക്കുന്നത്. അതാണ് തൻ്റെ മുമ്പാകെ നിഷ്കളങ്കരും പരിശുദ്ധരുമായിരിക്കാൻ. ഇപ്പം ഇദ്ദേഹം എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെയുള്ളവരെല്ലാം ഈ അദ്ദേഹത്തിൻ്റെ നാട്ടിലുള്ളവരെല്ലാവരും ഈ ബ്ലാക്സ് കാപ്പിരികൾ. അപ്പോൾ 100-200 കാപ്പിരികളുടെ കുടുംബങ്ങളിൽ ഇയാൾ കയറി ഇറങ്ങുകയാണ് കൃപാസനം പത്രം കൊടുക്കാൻ. ഇംഗ്ലീഷിൽ, അവർക്ക് ഇംഗ്ലീഷാണ് ആ വർക്ക് ചെയ്യണ ഇയാൾ ആരാണ്? ഇവിടുത്തെ ഒരു നമ്മുടെ കളക്ടറിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് വരെ എന്തൊരു ഹെഡ് വെയ്റ്റാണ്. ഇത് സ്റ്റേറ്റിൻ്റെ അക്കൗണ്ട് ജനറലാണ്. ആ സ്റ്റേറ്റിൻ്റെ അക്കൗണ്ട് ജനറലാണ് ഈ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണത്. ഇന്നലെ ഒരു പോലീസുകാരൻ ഇവിടെ വന്നു, അദ്ദേഹത്തിന് ഉടമ്പടി എടുക്കാൻ ബുദ്ധിമുട്ട്, എന്നെ പ്രൈവറ്റായിട്ട് കാണണം. അതാണ് പോലീസുകാരുടെ പോലെ അവസ്ഥ. കർത്താവിനെ പബ്ലിക്കായിട്ട് പ്രഘോഷിക്കാൻ പലർക്കും റിസർവ്ഡാണ്. അതുകൊണ്ട് വലിയ നിസ്സാര കാര്യമല്ല, അത് ഭയങ്കര ഡേഞ്ചറസാണത്. അതായത് നമ്മളെപ്പോഴും ദൈവദർശനത്തിൽ നമ്മൾക്ക് ഒരു ടോക്കൺ കിട്ടണത് എപ്പോഴും ദൈവത്തിന് നമ്മളെ കൊണ്ടുള്ള പ്രയോജനം പോലെയാണ്. ദൈവത്തിന് നമ്മളെ കൊണ്ട പ്രയോജനം എന്ന് പറഞ്ഞാൽ എന്താണ്? കർത്താവിൻ്റെ സുവിശേഷം കൈമാറുന്നതനുസരിച്ചാണ്. സുവിശേഷം ജീവിക്കുകയും സുവിശേഷം ആകുകയും സുവിശേഷം ഏകുകയും ചെയ്യുന്നതിലൂടെയാണ് നമ്മുടെ മൂല്യം വർദ്ധിച്ചു വരണത്.
അതിൻ്റെ അകത്ത് ഈ മനുഷ്യൻ ഇപ്പം എന്നിട്ട് ഇവരെല്ലാം കൊണ്ട് ഓൺലൈൻ ഉടമ്പടി എടുപ്പിച്ചിരിക്കുകയാണ്. ഈ ബ്ലാക്സിനെയൊക്കെ കൊണ്ടെല്ലാം അദ്ദേഹം ഓൺലൈൻ ഉടമ്പടി എടുപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് അങ്ങേർക്കൊരു സങ്കടം. കാര്യം അയാളോട് പറയും, അച്ഛൻ്റെ ചൊവ്വാഴ്ച ധ്യാനം നിങ്ങൾ കൂടണമെന്ന് പറയും. അച്ഛൻ്റെ ചൊവ്വാഴ്ച ധ്യാനം കൂടണം. അപ്പോൾ അവർക്ക് ഈ മലയാളത്തിലുള്ള ധ്യാനം അവർക്ക് ബ്ലാക്സിന് അറിയത്തില്ലല്ലോ. അവിടെ എന്ത് ചെയ്യും, ബ്ലാക്സിന് വേണ്ടി എൻ്റെ ധ്യാനം മുഴുവനും പുള്ളി എൻ്റെ വചനങ്ങളെല്ലാം നോട്ട് ചെയ്തിട്ട് അത് 200 പേർക്ക് ഓൺലൈനിൽ സെൻഡ് ചെയ്യും. ആ വിശേഷ വേല ചെയ്യണതാണ്. ഇങ്ങനെയാണ് ആൾക്കാർ വളരണത്. അല്ലാതെ ആട് പ്രസവിക്കണം, വീട് വെക്കണം എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടേച്ച് വീട്ടിൽ പോയി തിരികെ മാതാവ് വരുന്നുണ്ടെന്ന് നോക്കൊണ്ടിരിക്കും. ഒരു പണി ചെയ്യത്തില്ല. അപ്പോഴുള്ള നോട്ടം മാതാവാകുന്നുണ്ടെന്ന് നോക്കും. ഇതൊന്നും ജോസഫച്ചൻ അംഗീകരിക്കുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. പറയാനൊക്കെ അനുവദിക്കണം. നിങ്ങളിവിടെ പറയാൻ അനുവദിക്കുന്ന കാര്യമൊക്കെ ഞാൻ അംഗീകരിക്കണം നിങ്ങൾ ധരിക്കരുത്. ഇതൊരു ഓപ്പൺ പ്ലാറ്റ്ഫോമാണ്. എന്നോട് ചില ആൾക്കാർ പറയും, സാക്ഷ്യം പറയണമെന്ന് നിർത്താൻ പറ്റുമോ അച്ഛാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇറ്റ്സ് എ കോമൺ പ്ലാറ്റ്ഫോം. ജനങ്ങളുടെ ദൈവാനുഭവങ്ങൾ പറയാൻ വേണ്ടി നമ്മളൊരു അവസരം കൊടുക്കുന്നതാണ്. അതൊക്കെ ജോസഫച്ചനെ അംഗീകരിക്കുന്നതൊന്നുമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം കറക്റ്റായിരിക്കും അത് സ്വകാര്യമായ ദൈവാനുഭവമല്ലേ. ഇപ്പം സ്വകാര്യമായ ദൈവാനുഭവം. ഇപ്പം ഇന്നലെ ഒരു ചേട്ടത്തി ഒരു സാക്ഷ്യം പറഞ്ഞാൽ അവർ അമ്മയോട് പറഞ്ഞു, അമ്മ എൻ്റെ കൂടെ വരുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവണം അമ്മേ, ഞാൻ ഒറ്റക്കാണെന്ന് പറഞ്ഞ്. ഈ ഒരു അവസ്ഥയിൽ ഞാൻ ഒറ്റക്കാണ്, അമ്മ എൻ്റെ കൂടെ വരുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാകണമെന്ന് പറഞ്ഞ്. വരുന്നുണ്ടെന്ന് അച്ഛനൊക്കെ പറയും, എല്ലാവരും പറയും, പക്ഷേ എനിക്ക് മനസ്സിലാവണമെന്ന് പറയും. അപ്പോൾ ഇവർ കണ്ണൂർ എത്തണമെങ്കിൽ 4 സ്ഥലത്ത് വെച്ചാണ് മഴവില്ല് വീശണത്. അവരത് ഇവിടെ വന്ന് പറയുമ്പോൾ ഞാനത് നിങ്ങളോട് പറയും, പക്ഷേ ആഫ്റ്റർ ഓൾ അതൊരു പ്രൈവറ്റ് എക്സ്പീരിയൻസാണ് അവരുടേത്. ആ മഴവില്ല് മാതാവ് തന്നെയായിരുന്നോ, മാതാവിൻ്റെ സന്ദേശമായിരുന്നോ, ഇവർക്കുള്ളതായിരുന്നോ, ഇവർ കണ്ടതായിരുന്നോ എന്നൊന്നും പറയാൻ ഞാൻ ആളല്ല. എന്താ കാര്യം, എനിക്കത് പറയണതിന് പരിമിതികളുണ്ട്. അത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫീലിംഗ് ലെവലാണ് വിഷയം. അവരുടെ ഫീലിംഗ് ലെവലാണ്. ഞാൻ കഴിഞ്ഞ ഡിസംബർ 15-ാം തീയതി ജോമോളോട് മാത്രമേ പറഞ്ഞിട്ടുള്ളത്. ഡിസംബർ 15-ാം തീയതി വെളുപ്പിന് 4 മണിക്ക് ഉറങ്ങി എഴുന്നേറ്റിട്ടില്ല. അതൊക്കെ മുമ്പ് തന്നെ ഈ സിൽവർ ഗ്രേയിൽ അമ്മ ഇങ്ങനെ അടുത്ത് വന്ന് നിൽക്കുക. എന്നോട് പറഞ്ഞ്, കൊച്ചാവേ വീട്ടിലോട്ട് വരണില്ലേ എന്ന് ചോദിച്ചു. അതാണ് സ്വരം കേൾക്കാം നമുക്ക്. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല അതെന്താ വീട്ടിലോട്ട് വരുന്നില്ല എന്ന് ചോദിച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഉടനെ എഴുന്നേറ്റ് ബൈബിൾ നോക്കി. അപ്പോൾ സക്കറിയാവിൻ്റെയും ബലിപീഠത്തിൻ്റെയും ദേവാലയത്തിന് ഇടയിൽ വെച്ച് വധിക്കപ്പെട്ട സക്കറിയ എന്ന് പറയും. അപ്പോൾ എനിക്ക് മനസ്സിലായി ദേവാലയത്തിൻ്റെ വിഷയം ബലിപീഠമാണ് വിഷയം എന്ന് പറയും. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറേ ദിവസം ഇവിടെ ഛർദിലൊക്കെ ഇട്ട് ഭയങ്കര ഛർദിലും അല്ലാത്ത പനിയൊക്കെ ആയിട്ട് കിടപ്പായിരുന്നു. ശുശ്രൂഷയ്ക്ക് വരും, ഞാൻ നിങ്ങളെ അറിയിക്കത്തില്ല. ഇവിടെ 1-2 പേർക്കൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഞാൻ കുർബാന ചെല്ലത്തില്ല. കുർബാന ചെല്ലാതെ ഞാൻ സൈഡിലിരിക്കുകയേ ഉള്ളൂ. അലക്ഷ്യത്തിനാണ് കുർബാനയിലുള്ളത്. അപ്പോൾ ഒരാഴ്ച മൊത്തം കുർബാന ചെല്ലിയില്ല. ഞാൻ കുർബാന കൂടുകയാണ് ചെയ്തത്. അപ്പം അത് ബലിപീഠത്തിലേക്ക് വരുന്നില്ലെന്നാണ് ചോദിക്കണത്. അപ്പം നമ്മുടെ മൈന്യൂട്ട് കാര്യങ്ങൾ പോലും അമ്മ ശ്രദ്ധിക്കാണ് പോണത്. ഇതൊരു പ്രൈവറ്റ് എക്സ്പീരിയൻസാണ്. ഇതിനെ ജനറലൈസ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം സത്യമായ അനുഭവമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് സത്യമായ അനുഭവമാണ്. എനിക്കും അമ്മയ്ക്കും ഇൻ ബിറ്റ്വീൻ അസ് ഇതിൻ്റെ ഒരു വെലിഡിറ്റി, ഒബ്ജക്റ്റിവിറ്റി ഓക്കെയാണ്. പക്ഷെ കേൾക്കുന്നവർക്ക് ഓക്കെ ആകണമെന്ന് ഒരു നിർബന്ധവുമില്ല. നമ്മുടെ പ്ലാറ്റ്ഫോം എന്ന് പറയണത് എല്ലാവർക്കും അവരുടെ ദൈവാനുഭവങ്ങൾ പറയാനുള്ള പ്ലാറ്റ്ഫോമാണ്. എല്ലാവർക്കും അവരുടെ ദൈവാനുഭവങ്ങൾ വ്യത്യസ്തമായ തലത്തിലായിരിക്കും. അവരുടെയൊക്കെ നിലവാരമനുസരിച്ചുള്ള കമ്മ്യൂണിക്കേഷൻസാണ് ദൈവം തരണത്. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ദൈവാനുഭവങ്ങൾ ലഭിക്കുന്നത് ഉടമ്പടിയിലൂടെയാണ്. എന്താ കാര്യം? അതൊരു പങ്കാളിത്ത ആധ്യാത്മികതയാണ്. ഒരു ഭക്തൻ ഭഗവാൻ തമ്മിലുള്ള ആധ്യാത്മികതയല്ല. ഉടമ്പടി പങ്കുവെക്കുന്നത്, കാഴ്ചവെക്കുന്നത്
ഒരു പങ്കാളിത്ത ആധ്യാത്മികതയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കും. ആ ജീവിക്കുന്നതിൻ്റെ വിഷയത്തിൽ ദൈവം എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അവൻ പറയുന്നത് പോലെ തന്നെ, അല്ലാതെ എനിക്കിഷ്ടമുള്ള പോലെ ജീവിച്ചിട്ട് ദൈവത്തിൻ്റെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് അടിച്ചേൽപ്പിക്കുകയല്ല. അവൻ പറഞ്ഞ കാര്യമുണ്ട്, നിങ്ങൾ ലോകം മുഴുവനും പോകണം, എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണം. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനാണ് ഈ ഉടമ്പടിയിൽ 1-ാം സ്ഥാനം കൊടുത്തിരിക്കുന്നത്, സുവിശേഷ കൈമാറ്റത്തിന്. അതാണ് ഈ ജിയോ ചെയ്യണത്. എന്താ ചെയ്യണത്? എല്ലാ വീടുകളിലും നടന്നിട്ട്, ഇനി വേറെ ഒരു കാര്യം പുള്ളിക്കാരൻ ചെയ്യും. പുള്ളിക്കാരൻ ചെയ്യണത് പുള്ളിക്കാരും വൈഫും കൂടി ഒരു 100 കുടുംബങ്ങളെ ദത്തെടുത്തിരിക്കുകയാണ്. അവർക്ക് ഒരു മാസത്തെ ആഹാര സാധനങ്ങൾ കൊടുക്കും. ഓരോ കുടുംബങ്ങൾക്കും, ദത്തെടുത്ത കുടുംബങ്ങൾക്കെല്ലാം ഒരു മാസം ആവശ്യമായ ഭക്ഷണപദാർത്ഥങ്ങൾ എത്തിച്ചു കൊടുക്കും, വളരെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക്. അപ്പോൾ എന്താ വിഷയം എന്ന് പറയുന്നത്, ജിയോ ഇവിടെ ഉടമ്പടി ഒപ്പിടുമ്പോൾ തന്നെ ഉടമ്പടി ഓക്കെയാവും. എന്താ കാര്യം? ഇതൊക്കെ ഇവൻ ചെയ്യുമെന്നുള്ളത് അമ്മയ്ക്ക് വിശ്വസിക്കാൻ കഴിയും. അതാണ് വിഷയം. അത് വിഷയമാണ്. ഒന്ന്, അയാളുടെ സ്റ്റാൻഡേർഡിൽ നിന്ന് താഴെ ഇറങ്ങി വന്നിട്ട് കർത്താവിന് വേണ്ടി വേല ചെയ്യാൻ വേണ്ടി അയാൾ, പിന്നെ ഇത് കൂടാതെ വേറെ കാര്യം കൂടെ ചെയ്യും. ഒരു ദിവസം 4 ജപമാല ചെല്ലും. ഒരു ദിവസം 4 ജപമാല ചെല്ലും. ആഴ്ചയിലൊരിക്കൽ അഖണ്ഡ ജപമാലയും ചെല്ലും, 1000 മണി ജപമാല. അപ്പോൾ പ്രാർത്ഥനാ ജീവിതം ഇതിൻ്റെ കൂടെ ഉണ്ട്. ഒരു ദിവസം 4 ജപമാല ചെല്ലും, ഒരാഴ്ചയിൽ അഖണ്ഡ ജപമാലയും ചെല്ലും. 100 കുടുംബങ്ങൾക്ക് ഒരു മാസത്തേക്കുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ എത്തിച്ചു കൊടുക്കും. ഒരു മാസത്തേക്കാണ് ഒരു കുടുംബത്തിന്. 200 കുടുംബങ്ങളിലെ കർത്താവിൻ്റെ വചനങ്ങൾ എത്തിച്ചു കൊടുക്കും. അപ്പോൾ ഇങ്ങനെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഇങ്ങനെ ഈ കൊമേഴ്സ്, ഇതാണ് ഞാൻ പറഞ്ഞ കൊമേഴ്സ്, വിനിമയം എന്ന് പറയുന്നത്. ഇത് ദൈവത്തിന് വേണ്ടി, ആത്മാക്കളുടെ വീണ്ടെടുപ്പിന് വേണ്ടി ചെയ്യുന്ന കാരണം, ക്രിസ്തുവിന് വേണ്ടി ചെയ്യുന്നത് കൊണ്ടും ആത്മാക്കളെ അടിസ്ഥാനപ്പെടുത്തി ചെയ്യുന്നത് കൊണ്ടും ഇതിൻ്റെ വിനിമയ മൂല്യം അമൂല്യമാണ്. ദൈവത്തിന് ഇങ്ങോട്ട് തരാനേ ഉണ്ടാകത്തുള്ളൂ. നമുക്ക് അങ്ങോട്ട് ദൈവം തന്നിരിക്കണം, അയാൾക്ക് കൊടുത്തിരിക്കണത് എന്താണ്? അയാൾ ആ ഒരു പരിപാടിയുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഈ കേസ്, ഒരു ദിവസം കേസുകൾ കമ്മീഷൻസ് വെച്ച്, ലീഗൽ കമ്മീഷൻസ് വെച്ചു. ആ ലീഗൽ കമ്മീഷൻസിൽ ഒരു കമ്മീഷൻ ഇയാളെ തെറ്റുകാരനായിട്ട് കണ്ടു, മറ്റേ കമ്മീഷൻ അയാളെ തെറ്റുകാരനല്ലെന്ന് കണ്ടു. കേസ് മുന്നോട്ട് പോയി. പക്ഷെ ഒരു സമയത്ത് എന്താ പറഞ്ഞ് അയാളെ വിളിച്ചിട്ട് പറഞ്ഞു, ജഡ്ജി പറഞ്ഞു, ജിയോ, യുവർ കേസ് സ്റ്റാൻഡ് കോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കേസ് തള്ളിപ്പോയിരിക്കണം. അപ്പം ഇതാണ് വിഷയം. അപ്പം ഈ വിഷയം ചെയ്യുമ്പോഴും ജിയോക്ക് കൊടുത്തിരിക്കുന്നത് ഒരു കേസ് തള്ളിപ്പോയത് തന്നെയാണ്. പക്ഷെ ജിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഈ ജീവിതകാലം മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനേക്കാൾ ഇരട്ടി പ്രേക്ഷിത പ്രവർത്തനങ്ങളാണ്. എപ്പോഴും നമ്മുടെ മുമ്പിൽ എപ്പോഴും നമ്മുടെ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത്, നമ്മൾ ദൈവത്തിൽ നിന്ന് വാങ്ങിച്ചതിനേക്കാൾ കൂടുതൽ ദൈവത്തിന് കൊടുത്ത് ഇങ്ങോട്ട് തരാനുണ്ടാകണം. അപ്പം നിങ്ങൾ ഓർക്കും ഇതെന്ത് ഇങ്ങനെ പറയണമെന്ന്. ഇങ്ങോട്ട് തരാനുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ നമ്മൾക്ക് തരാനുണ്ടാകും. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഉടമ്പടി എടുത്തവരായാലും ഇല്ലാത്തവരായാലും എനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ള ഒരു, ദൈവമായിട്ട് കുറേ നാൾ ജീവിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കുറേ സത്യങ്ങളുണ്ട്. അതിൽ ഒരു സത്യം എന്ന് പറയണത്, കുറേ കാര്യങ്ങൾക്ക് നോൺ പേയ്മെൻ്റാണ് ഉള്ളത്. കുറേ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് വേണ്ടി സഹിക്കുന്ന കുറേ കാര്യങ്ങൾക്ക് കറണ്ട് പേയ്മെൻ്റ് ഉണ്ടാകരുത്. നമ്മുടെ എപ്പോഴും ഉള്ള പ്രശ്നം, ഈ കറണ്ട് പേയ്മെൻറ്റുമായിട്ട് ആൾക്കാർ എപ്പോഴും മൽപ്പിടുത്തമാണ്. ഞാൻ 4 തിരി കത്തിച്ചില്ലേ, 5 തിരി കത്തിച്ചില്ലേ, എൻ്റെ മകൾക്ക് കാനഡയിൽ വിസ പ്രോസസ് ചെയ്ത് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മാതാവിൻ്റെ അടുത്ത് സങ്കടപ്പെട്ട് നടക്കുന്ന ആൾക്കാരില്ലേ. അവരുടെ അവസ്ഥ കൊണ്ട് അവർ പറയണതാണ്. പക്ഷേ കുറേ കാര്യങ്ങളെങ്കിലും നമ്മൾക്ക് ഒരു കണ്ടീഷൻ അല്ലാത്ത, ഇപ്പോൾ ദൈവം നമുക്ക് തരുന്നത് എന്താണ്? അൺകണ്ടീഷൻ ലവാണ്. കണ്ടീഷൻസ് ഒന്നും വെക്കാത്ത ലവാണ്. നമ്മൾ ദൈവത്തിന് കൊടുക്കുന്നത് എന്തായിരിക്കണം?
കണ്ടീഷൻസ് ഒന്നും വെക്കാത്തതായിരിക്കണം. ഇപ്പം നിങ്ങൾ കണ്ടീഷൻസ് വെച്ചിട്ടുണ്ടല്ലോ. എന്താ കണ്ടീഷൻസ്? നമ്മൾ ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, വിശുദ്ധ വരെ ചെയ്യുന്നു, അതുകൊണ്ട് നമ്മുടെ മകളുടെ കല്യാണം നടത്തി തരണം, നമ്മുടെ കുഞ്ഞുങ്ങളെ തരണം. അപ്പോൾ കണ്ടീഷൻസ് ഇല്ലേ? ഇറ്റ്സ് ഓക്കെ. ഉടമ്പടിയുടെ ഒരു ഫോർമാറ്റ് അതാണ്. പക്ഷെ അല്ലാതെ തന്നെ ഈ കളത്തിന് പുറത്തും കളികൾ നടക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കണ്ടീഷനും ഇല്ലാതെ നീ ദൈവവും തമ്മിലുള്ള ഒരു വെർച്വൽ ഉടമ്പടി നിലവിലുണ്ട്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു വെർച്വൽ ഉടമ്പടിക്കുള്ള സാധ്യതയുണ്ട്. അൺഫിസിക്കലായിട്ടുള്ള ഒരു ഉടമ്പടിക്ക് സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ അതൊരു രഹസ്യധാരണയാണ് ദൈവമായിട്ടുള്ള ജീവിതത്തിൽ. ഇപ്പം നമ്മൾ ചില ദിവസങ്ങളിൽ നിങ്ങൾ വെറുതെ നിങ്ങൾ ഇപ്പം പ്രാർത്ഥിച്ച് മനുഷ്യന്മാർ പലരും പ്രാർത്ഥിക്കണത് എന്താ? ഇപ്പം ഞായറാഴ്ച കുർബാനയ്ക്ക് പോകുന്നു, കുടുംബ പ്രാർത്ഥന ചെല്ലുന്നു. ചിലരുടെ ഉള്ളിൽ ഒരു ആശയമുണ്ട്. എന്താണ്? നമുക്ക് അന്നം മുട്ടിക്കല്ലേ എന്നുള്ളതാണ് മനസ്സിരിക്കുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം വരാമെന്നതിനെക്കുറിച്ച് ആയിരിക്കും നമ്മുടെ ചിന്ത. ഒരു ഭയമുള്ളത് കൊണ്ട് ആൾക്കാർക്ക് ഭക്തി ഉണ്ടാവും. ഭയവും ഭക്തിയും തമ്മിൽ കുറേ ബന്ധങ്ങളുണ്ട്. ഇത് ഒരു കോമൺ ഫെയ്ത്താണ്. കോമൺ ഫെയ്ത്തുകാർക്കുള്ള ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഭക്തിയുടെ പിന്നിലും ഒരു ഭയം കിടക്കുന്നുണ്ട്. ഇത് ഒരു കോമൺ. ഇതിപ്പോൾ നോൺ ക്രിസ്ത്യൻസിന് പോലും ഭയവും ഉണ്ടാവും, ഭക്തിയും ഉണ്ടാവും. ഇനി എപ്പോഴും നമുക്ക് ഒരു ഭയമില്ലാത്ത ഭക്തി ഉണ്ടാകണം. ഭയമില്ലാത്ത ഭക്തി എന്ന് പറയണത് ഇപ്പം നമ്മൾ ഭക്തിയെയും പ്രാർത്ഥനയെയും അതിൻ്റെ പരിണിത ഫലങ്ങളെയും തമ്മിൽ നമ്മൾ കുതിരയും വണ്ടിയും പോലെ കെട്ടിയിടരുത്. എന്താ കാര്യം? നമ്മൾ പ്രാർത്ഥിക്കുന്നു, നമ്മൾ കുതിര ഓടിക്കുന്നു, കാര്യം കുതിര വണ്ടി വലിക്കുന്നു എന്ന് പറയരുത്. നമ്മൾ പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥന നമുക്ക് ജോലി തരുന്നു എന്ന് പറയരുത്. നമ്മൾ പ്രാർത്ഥിക്കുന്നു, കാര്യം എന്താണ്? അത് ഭൗതിക വിഷയത്തെക്കാളുപരി ദൈവവും ഞാനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ വിഷയമാണ്. ഭൗതിക നേട്ടങ്ങൾക്കോ കോട്ടങ്ങൾക്കോ അവിടെ സീറോ റിസൾട്ടാണുള്ളതെന്ന് ഒരു ബോധമുണ്ടാകണം. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ അഭിവാഞ്ചപ്പെടുന്നത് ദൈവത്തിന് വേണ്ടിയാണെന്ന് മാത്രമാണെന്ന് ദൈവത്തിന് തോന്നണം. ഇതിനാണൊരു ഈ ഒരു കേവല പ്ലാറ്റ്ഫോമിൽ നിന്നാണ് ആധ്യാത്മികത അതിൻ്റെ പുതിയ വഴികൾ തേടുന്നത്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, എല്ലാ വിഷയങ്ങൾക്കും അപ്പുറത്ത് നീ തന്നെയാണ് ഉടമ്പടിയുടെ നിന്നോടുള്ള ബന്ധവും സ്നേഹവുമാണ് ഉടമ്പടിയുടെ പരമലക്ഷ്യമെന്ന് എന്നെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് പരിശുദ്ധ അമ്മയെപ്പോലെ ഒന്നും ലഭിച്ചില്ലെങ്കിലും ഒന്നും നേടാൻ കഴിഞ്ഞില്ലെങ്കിലും പകരം സഹനമാണ് ജീവിതമെങ്കിലും അത് സന്തോഷത്തിൽ സ്വീകരിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി മുന്നേറുവാൻ എന്നെ അഭിഷേകിച്ച് സ്തുതിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഈ ഫൈറ്റിങ്ങിൻ്റെ ഇടയ്ക്ക് ഫൈറ്റിംഗ് ആണല്ലോ, ജിയോയും ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റും തമ്മിൽ ജീവമരണ ഫൈറ്റിംഗ് അല്ലേ. ഈ ഫൈറ്റിങ്ങിൻ്റെ സമയത്ത് ദൈവം ജിയോയ്ക്ക് 2 ആയുധങ്ങൾ ഇട്ട് കൊടുക്കും. അതാ വിഷയം. ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റും ജിയോയും തമ്മിൽ ഈ അഡ്വക്കേറ്റ് ജനറലും തമ്മിൽ ഫൈറ്റിങ്ങാണ്. യുദ്ധത്തിൻ്റെ സമയത്ത് ദൈവം 2 ആയുധങ്ങൾ ഇട്ട് കൊടുക്കും. ഒരു ആയുധത്തിൽ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 പത്രോസ് 5:6 ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി, ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 യേശുവേ നന്ദി, മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ. 1 പത്രോസ് 5:6
10:5 ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ പറഞ്ഞ ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ ശക്തമായ കരത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. ഇതിന്റെ വിഷയം വെച്ച് കഴിഞ്ഞാല് എല്ലാ വിഷയങ്ങളും നമ്മളിങ്ങനെ വെറുതെ വന്ന് ഇവിടെ നോക്കിയാൽ മതി. അപ്പം തന്നെ നമ്മുടെ ഹൃദയത്തിൻ്റെ മുഴുവൻ വികാരങ്ങൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ? എഴുതാൻ പറ്റത്തില്ല. നിങ്ങളുടെ മനസ്സിൽ വരുന്ന മുഴുവൻ വിഷയങ്ങൾ ജോസഫച്ചൻ എഴുതി അറിയിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര നേരം നിങ്ങൾ എഴുതി എത്ര നേരം കൊണ്ട് നിങ്ങൾ എഴുതി? ഞാൻ തന്നെയാണെങ്കിൽ ഒരു 3-4 പേജ് കത്തുണ്ടെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ട് പടപടാന്ന് വായിക്കും. വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മെയിൻ പോയിൻ്റ് ക്യാച്ച് ചെയ്യാൻ വേണ്ടി, ഇത് മൊത്തം വായിക്കാൻ ചിലപ്പോൾ സമയം ഉണ്ടാകത്തില്ല, മെയിൻ പോയിൻ്റ് വായിക്കാൻ വേണ്ടി കർത്താവ് എനിക്ക് ആ കറക്റ്റ് സ്ഥലം, ഇപ്പോൾ ആൾത്തറയിൽ ഞാൻ കത്ത് വായിക്കുന്നിടല്ലേ, പെട്ടെന്ന് വായിച്ചിട്ട് ഞാൻ ക്യാച്ച് ചെയ്യുക സംഭവം. മെയിൻ അവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അവർക്കത് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി കുറേ സമയമുണ്ട് എഴുതാൻ വേണ്ടി അവർക്ക് അത്രയും വലിയ വശമില്ലാത്തത് കൊണ്ട് അവരെ പറഞ്ഞ് ഫലിപ്പിക്കാൻ വേണ്ടി എഴുതി വെക്കണതാണത്. പക്ഷേ എനിക്ക് ആ പോയിൻ്റ് കിട്ടാൻ വേണ്ടി ഞാൻ ക്യാച്ച് ചെയ്യണതാണത്, പെട്ടെന്ന് ക്യാച്ച് ചെയ്തത്. അതുപോലെ തന്നെയാണ് നമ്മളും ദൈവദൃശ്യനെ പറയണമെങ്കിൽ എന്തുമാത്രം കാര്യം പറയാനുണ്ടാകും. പക്ഷേ നിങ്ങളിവിടെ വരുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് സ്കാൻ ചെയ്ത് നിങ്ങളുടെ മനസ്സുള്ള മുഴുവനും സംഭവങ്ങൾ അമ്മ എടുക്കും. ഇതുപോലെ തന്നെ എന്നിട്ട് നമ്മൾ ഇതുപോലെ ഈ ജിയോയെപ്പോലെ സത്യസന്ധമാണെന്ന് കണ്ടാൽ നമ്മളോട് ദൈവം ഓരോ ആയുധങ്ങൾ, ഓരോ സമയത്ത് യുദ്ധത്തിന് ആവശ്യമായ ആയുധങ്ങൾ ഇട്ട് തരും. അതെല്ലാം ഈ വചനത്തിൽ എല്ലാത്തിനും ആയുധരിപ്പുണ്ട്. അപ്പോൾ ദൈവം പെറുക്കി ഇറങ്ങി തരും. അപ്പം അത് പിടിക്കുമെന്നറിയാം. നമ്മളിങ്ങനെ ഈ വചനം കൊടുക്കുമ്പോൾ പിടിക്കാൻ ഇവന് നല്ല മരുങ്ങാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം വചനം ഈ ലീഗൽ നിയമയുദ്ധം നടക്കുന്ന കാലത്ത് വചനം വായിക്കുമ്പോൾ ചില വചനങ്ങളിങ്ങനെ അഭിഷേകമായിട്ട് വന്ന് ആത്മാവിലേക്കാണ് കയറിയിരിക്കും. അതിങ്ങനൊരു വചനമാണ് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഈ സമയം ജിയോ നീ എന്ത് ചെയ്യണമെന്നറിയാവോ? എന്താണ്? ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ താഴ്മയോടെ നിൽക്കണം. നീ ഓവർ എൻതൂസിയാസം കാണിക്കരുത്. നിൻ്റെ മിസ്റ്റേക്ക് ഇല്ലെന്ന് നിനക്കറിയാം. മിസ്റ്റേക്ക് ഇല്ലാതെ വരുമ്പോൾ നമുക്ക് എന്തുണ്ടാവും? അഹങ്കാരം ഉണ്ടാവും. അതാണ് വിഷയം. മിസ്റ്റേക്ക് നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിലേ നമുക്ക് ഉള്ളിലൊരു അഹങ്കാരം ഉണ്ടാവും. അതാണ് വിഷയം. നമ്മൾ തെറ്റുകാരനല്ല എന്നുണ്ടെങ്കിൽ ആ തെറ്റുകാരൻ അല്ലാത്ത അവസ്ഥ തന്നെ ആത്മീയമായിട്ടൊരു തെറ്റായിട്ട് മാറും. എന്താ കാര്യം? നമുക്ക് അഹങ്കാരം ഉണ്ടാവും. അല്ലെങ്കിലും എപ്പോഴും നമ്മൾ ദൈവത്തിരുസന്നിധിയിൽ എപ്പോഴും നിൽക്കേണ്ട താഴ്മയോടെ നിൽക്കാൻ പറഞ്ഞ അതിൻ്റെ അകത്തുള്ള ഒന്നാമത്തെ കാര്യം അകത്തെ ക്യാരിയോട് ചെയ്തുകൊണ്ട് നിൽക്കരുതെന്ന് എൻ്റെ അർത്ഥം. അഹങ്കാരം വെച്ചാൽ അകത്തെ ക്യാരി ചെയ്യും, അകത്തെ ഇങ്ങനെ ഭവിച്ചുകൊണ്ട് നിൽക്കും. ഞാൻ ഇപ്പം കർത്താവ് അവരോട് പറഞ്ഞില്ലേ, യഹൂദ പുരോഹിതന്മാരോട് പറഞ്ഞില്ലേ, നിങ്ങളത് കണ്ടു എന്നിട്ടും നിങ്ങൾ വിശ്വസിച്ചില്ലെന്ന്. അതാണ് വിഷയം. നിങ്ങളത് കണ്ടു എന്നിട്ടും നിങ്ങളത് വിശ്വസിച്ചില്ല. അങ്ങനെ വചനമില്ലേ? എടുത്ത് 21:30 നോക്കി ശ്രദ്ധിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇത്ര നല്ല ദൈവത്തോട് എന്തു ചെയ്തു നന്ദി ചൊല്ലിടണം. എന്റെ കൊച്ചു ജീവിതത്തെ കൈയടിച്ചുകൊണ്ട് ഇത്ര നല്ല ദൈവത്തോട്, ഇത്ര നല്ല ദൈവത്തോട് എന്തു ചെയ്തു നന്ദി ചൊല്ലിടണം. എന്റെ കൊച്ചു ജീവിതത്തെ മത്തായി 21:30.
മത്തായി 21:30. അവൻ രണ്ടാമന്റെ അടുത്ത് ചെന്ന് ഇത് തന്നെ പറഞ്ഞു. അവൻ രണ്ടാമന്റെ അടുത്ത് നിന്ന് ഇത് തന്നെ പറഞ്ഞു. അവനാകട്ടെ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞു. എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞു. എങ്കിലും പിന്നീട് പശ്ചാത്തപിച്ച് അവൻ പോയി. 32 വയസ്സ് 32. എന്തെന്നാൽ യോഹന്നാൻ നീതിയുടെ മാർഗത്തിലൂടെ നിങ്ങളെ സമീപിച്ചു. നിങ്ങൾ അവനിൽ വിശ്വസിച്ചില്ല. എന്നാൽ ചുങ്കക്കാരും വേശ്യകളും അവനിൽ വിശ്വസിച്ചു. നിങ്ങൾ അത് കണ്ടിട്ടും അവനിൽ വിശ്വസിക്കത്തക്ക വിധം അനുദപിച്ചില്ല. അതാണ് വിഷയം. അതായത് ഇതിൻ്റെ ഒരു സെൽഫ് എസ്റ്റീം കയറി വരുന്നുണ്ട്. അതായത് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ദൈവത്തിൻ്റെ തിരുസന്നിധിയിലാണെങ്കിൽ ഒറ്റ നിപ്പേ പറ്റത്തുള്ളു. മനസ്സിലായില്ലേ? ദൈവത്തിൻ്റെ തിരുസന്നിധിയിലാണെങ്കിൽ ഒറ്റ നിപ്പേ പറ്റത്തുള്ളൂ. എന്താണ്? താഴ്മയോടെ നിൽക്കണം. ഞാനെന്ന് പറഞ്ഞ് നിൽക്കരുത്. ഇവരെന്താണ് സംഭവിച്ചിരിക്കുന്നത്? യഹൂദ പുരോഹിതന്മാർക്ക് എന്താ സംഭവിക്കുന്നത്? യോഹന്നാൻ ആരാണ്? ഏത് യോഹന്നാനാണ്? മംതാന സ്നാപകൻ. അവൻ നീതിയുടെ മാർഗത്തിലൂടെ വന്നു. നിങ്ങൾ അവനെ റിജക്റ്റ് ചെയ്തു. ആര്? യഹൂദ പുരോഹിതന്മാർ, സ്കൈബന്മാരും അതുപോലെ തന്നെ പ്രൈസേഴ്സും റിജക്റ്റ് ചെയ്തു. പക്ഷെ ആരാണ് അവനെ അക്സെപ്റ്റ് ചെയ്തത്? ചുങ്കക്കാരും പാപികളും മാനസാന്തരപ്പെട്ടു. അവർ കൊടിയ പാപികൾ മാനസാന്തരപ്പെട്ടു. അവർ മാനസാന്തരപ്പെട്ടത് കണ്ടിട്ട് പോലും നിങ്ങൾ അവനിൽ വിശ്വസിച്ചില്ല. കാര്യം എന്താണ്? നിങ്ങൾ വലിയ കേമന്മാരാണെന്ന് പറഞ്ഞിരുന്നെന്ന വിഷയം. അവിടെ താഴ്മയില്ലല്ലോ. അവിടെ താഴ്മയില്ല. ദൈവതിരുസന്നിധിയിൽ ഒരു കേമത്വത്തിന് യാതൊരു പ്രസക്തിയുമില്ല. അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ ഇടവേളയൊക്കെ ചെല്ലുമ്പോൾ പണ്ട് കാരിസ്മാറ്റിക് നല്ല തലമൂത്ത കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ പോയി പങ്കെടുത്ത ആൾക്കാർ അവരോടൊക്കെ സംസാരിക്കുമ്പോൾ പട്ടാളക്കാരോട് സംസാരിക്കാൻ അവരിരിക്കും. പട്ടാളക്കാരോട് സംസാരിച്ചാൽ പട്ടാളക്കാരെന്ത് ചെയ്യുന്നറിയാമോ? മറ്റുള്ളവരെ സിവിലിയന്മാരെന്നാണ് വിളിക്കണത്. പട്ടാളക്കാരെല്ലാവരും തന്നെ കോമൺ പീപ്പിളിനെ, പബ്ലിക്കിനെ സിവിലിയൻ എന്നാണ് വിളിക്കണത്. വെച്ച് കഴിഞ്ഞാൽ നോട്ട് ട്രെയിൻഡ് പീപ്പിൾ എന്നാണ് അതിൻ്റെ അർത്ഥം. നോട്ട് ട്രെയിൻഡ് പീപ്പിൾ. അവരെ പഠിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ഈ സിവിലിയൻ എന്ന് പറയുന്ന ബുദ്ധിയും ബോധം ഇല്ലാത്തതിനെ സംരക്ഷിക്കാനാണ് അവർ തോക്കെടുത്ത് ഈ അഭ്യാസം പഠിച്ചിരിക്കണമെന്നാണ്. അതാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ സിവിലിയൻ എന്നാണ് പട്ടാളക്കാർ നമ്മളെ വിളിക്കുന്നത് എല്ലാവരും തന്നെ. ഇതുപോലെ ഈ കരിസ്മാറ്റിക് നവീകരണത്തിൽ വന്ന ആൾക്കാർ നാട്ടുകാരെ വിളിക്കുന്നത് ലോകത്താന്മാരെന്ന് വിളിക്കും. ഇതാണ് വിഷയം. ഈ ഒരു മനോഭാവം വർക്കൗട്ട് ചെയ്യത്തില്ല. അവിടെ വിഷയം അതാണ് പറയുന്നത്. നിങ്ങൾ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഉണ്ട്. അപ്പോൾ അതായത് ഈ മനുഷ്യന് ജസ്റ്റിഫൈ ചെയ്യാൻ 100,000 ഗ്രൗണ്ടുകളാണ്. കാര്യം ഈ ചെയ്തു കൂട്ടുന്ന പുണ്യങ്ങളെല്ലാം ക്ലെയിമിന് പറ്റണതാണ്. പക്ഷേ ക്ലെയിം ഒന്നും കാണിക്കരുതെന്നാണ് ഈശോ പറയണത് അയാളോട്. ഇപ്പോൾ ചുങ്കക്കാരനും ഫരിസേനും പോയി പ്രാർത്ഥിക്കണില്ലേ? ഞാൻ ആഴ്ചയിൽ ഒരു ഉപവസിക്കുന്നു, എല്ലാത്തിൻ്റെയും ദശാംശം കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ചുങ്കക്കാരനാകട്ടെ അകലെ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ സ്വർഗത്തിൽ കണ്ണു ഉയർത്താൻ പോലും നിവൃത്തിയില്ലാതെ ദൈവമേ പാപിയായ എൻ്റെ മേൽ കരിയണേ. ക്ലെയിമില്ല. അപ്പം നമ്മൾ എന്ത് ക്ലെയിം എടുത്താലും ദൈവത്തിൻ്റെ ക്ലെയിം അല്ല. ക്ലെയിമിനെക്കുറിച്ചൊരു അഹംഭാവം ചില സമയത്ത് നമുക്കുണ്ടാകും. ആധ്യാത്മിക അഹങ്കാരമാണ് സാധാരണ അഹങ്കാരത്തേക്കാൾ കൂടുതൽ. വെറുതെ ആ ക്ലെയിം അടിക്കും. ഇവർ എല്ലാ പരിപാടികളും കാണിക്കുന്നത് ക്ലെയിം ആകാൻ വേണ്ടിയാണ്. പക്ഷേ ദൈവതിരുസന്നിധി ക്ലെയിം ഒന്നും ഹോണർ ചെയ്യത്തില്ല. അതുകൊണ്ട് ഈശോ തന്നെ പറഞ്ഞു, നിങ്ങൾ എന്ത് ക്ലെയിം എടുത്താലും ഒടുവിൽ പറയേണ്ട വാക്ക് എന്താണ്? ഞങ്ങൾ പ്രയോജനരഹിതന്മാരായ ദാസന്മാരാണ്, കടമ നിർവഹിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് പറയുന്നത് നിലപാടുകളാണത്. ആധ്യാത്മികമായ ഒരു നിലപാട് ക്രിസ്തീയ ജീവിതത്തിൽ വളരെ സിമ്പിളാണ്. അതുകൊണ്ട് ഇവനെ ഹെൽപ്പ് ചെയ്യാൻ നേരത്ത് ദൈവം ചെയ്യണം. ഒരാളെ ദൈവം ഹെൽപ്പ് ചെയ്യുമെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. അതെന്താണ്? ദൈവം അവനെ എളിമപ്പെടുത്താൻ വേണ്ടിയുള്ള
ആദ്യത്തെ ലോറി ഇറക്കും. ആദ്യത്തെ വണ്ടി വരും ഇവനെ എളിമപ്പെടുത്താൻ വേണ്ടി. ഇവനെ എളിമപ്പെടുത്താൻ വേണ്ടി ആദ്യത്തെ വണ്ടി വരും. പക്ഷേ ഇവന് പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിലേ മനസ്സിലാകത്തുള്ളൂ. ഇവൻ വലിയ തലയിൽ എല്ലാത്തിനും പരിപ്പിച്ച് നടക്കണവനായിരിക്കും. 15 വയസ്സുള്ള അവൻ്റെ മകൻ തന്നെ കയറിയിട്ട് പപ്പ ആ പറഞ്ഞത് ശരിയല്ല കേട്ടാ. അപ്പം അമ്മ പപ്പ എവിടെയിങ്ങനെ സംസാരിക്കണമെന്ന് അമ്മ ചോദിക്കും. പക്ഷേ അപ്പോഴേ അപ്പായിക്കത് ഹർട്ടാവും. അയാൾക്കത് വൈരാഗ്യമായി മാറും. തൻ്റെ കൊച്ച് തൻ്റെ മുമ്പ് വിട്ട് നിന്ന് തന്നെ എതിരെ സംസാരിച്ചല്ലോ. പക്ഷേ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ മനസ്സിലാകും, എന്നെ വെളിമപ്പെടുത്താനുള്ള ദൈവത്തിൻ്റെ ആദ്യ നടപടി കഴിഞ്ഞു. പരിശുദ്ധാത്മാവ് ഇല്ലെന്നുണ്ടെങ്കിൽ ആ കൊച്ചിൻ്റെ തലയിൽ ഞൊട്ടിക്കൊണ്ട് അയാൾ പോകും. അതാണ് വിഷയം വേണ്ടത്. എൻ്റെ വിഷയം വരുന്നത് ഇതാണ്. ഒരാളെ എളിമപ്പെടുത്താനുള്ള, ഇപ്പോൾ രോഗമായാലും, ഒരു രോഗം നിനക്ക് വന്നു, നിനക്ക് നിവൃത്തിയില്ലാതെ, അപ്പം അങ്ങനെ വരുമ്പോൾ മറ്റുള്ളൊരു സഹായം നിനക്ക് വേണം. ദാറ്റ് മീൻസ് നിന്നെ എളിമപ്പെടുത്തുകയാണ്. ദാറ്റ് മീൻസ് ദ ബ്ലെസ്സിങ് ഈസ് കമ്മിങ്. ഒരനുഗ്രഹം വരുന്നു എന്നതിൻ്റെ അർത്ഥം. അല്ല, രോഗം വന്നു എന്ന് പറഞ്ഞ് മോന്തം കയറ്റി അടക്കരുത്. ഒരു അനുഗ്രഹം വരുന്നു എന്നതിൻ്റെ അർത്ഥം നിന്നെ കർത്താവ് ലിഫ്റ്റ് ചെയ്യാൻ പോകുന്നു. അതിൻ്റെ അർത്ഥം അതാണ്. ഒരു തകർച്ച വന്നാൽ നിങ്ങൾക്കറിയാമല്ലോ, അതിനർത്ഥം എന്താണ്? ദൈവത്തിലായിരിക്കും ചരിക്കരുത്. അതാണ് ഇവനോട് പറയണത്, നിന്നെ ഞാൻ ഹെൽപ്പ് ചെയ്യും. അതിൻ്റെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് വന്നിരിക്കണം. എന്താണ് കാരണം? ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ താഴ്മയോട് നിൽക്കുക. തക്ക സമയമാകുമ്പോൾ ഞാൻ നിന്നെ ലിഫ്റ്റ് ചെയ്യുമെന്ന്. ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ. എന്റെ കൊച്ചു ജീവിതത്തെ അപ്പം നമ്മൾ ചില സമയത്തെങ്കിലും സൂക്ഷിച്ചില്ലെങ്കിൽ ലോകത്തിന് അകപ്പെട്ടു പോകും. ലോകത്തിൻ്റെ അഭിവാഞ്ചകൾക്ക് അകപ്പെട്ടു പോകും. ലോകത്തിൻ്റെ അതേ ആയുധങ്ങൾ നമ്മളെടുക്കും പിടിച്ചു നീക്കാൻ വേണ്ടി. ചിലപ്പോൾ കള്ളത്തരം പറയും, ചിലപ്പോൾ നുണ പറയും. പിടിച്ചു നീക്കാൻ വേണ്ടിയാണ് പറയണത്. അപ്പോൾ ദൈവത്തിന് നമ്മളെ പേടി വരും, എങ്ങാനും ഇവൻ നുണ പറയുമോ എന്ന് വിചാരിച്ച്. ഒരു ചൂട് കൂടുമ്പോഴേ, പൊള്ളുമ്പോഴേ പിടിച്ചു നിൽക്കാൻ വേണ്ടി നമ്മൾ ഒരു കള്ളം പറയുമോ. പല പൊള്ളുകലും വരുമ്പോഴാണല്ലോ ആൾക്കാർ കള്ളം പറയണത്. അപ്പോൾ ദൈവത്തിന് പേടിയാണ്, എൻ്റെ ദൈവ പൈതൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഒരു കള്ളം പറഞ്ഞേക്കുമോ ഇരിക്കുമ്പോൾ ദൈവത്തിന് പേടിയാണ്. അപ്പം അതുകൊണ്ട് ദൈവം കോടതി കള്ളം പറയാതിരിക്കാൻ വേണ്ടി ജിയോയോട് പറയും, നീ ഫിലിപ്പി 2:15 വായിക്കാൻ പറയും. ഉടനെ ജിയോ, ഷൈല എന്നാണ് വൈഫിൻ്റെ പേര്, ഷൈല ഈശോ 2:15 വായിക്കാൻ പറയണല്ലോ, എന്തായിരിക്കും പ്രശ്നം? ഷൈല ഈശോ 2:15 വായിക്കാൻ പറയണല്ലോ. ഫിലിപ്പി വായിച്ചേ ഹല്ലേലൂയ. ഫിലിപ്പി 2:15. അങ്ങനെ നിങ്ങൾ നിർദോഷരും നിഷ്കളങ്കരുമായി തീർന്ന, അതാണ് വിഷയം, നിർദോഷരും നിഷ്കളങ്കരുമായി തീർന്ന് വഴിപിഴച്ചതും വക്രതയുള്ളതുമായ തലമുറയുടെ ഇടയിൽ കുറ്റമറ്റ ദൈവമക്കളാകട്ടെ. അവരുടെ മധ്യേ ലോകത്തിൽ നിങ്ങൾ വെളിച്ചമായി പ്രകാശിക്കുകയും ചെയ്യട്ടെ. ഇതാണ് സുവിശേഷം. ജീവമരണ ചക്രശ്വാസം വലിച്ചുള്ള നടപടിയല്ലേ. അതിൻ്റെ ഇടയ്ക്ക് ഇവനിൽ നിന്ന് അല്പം പോലും കളങ്കം കയറാതിരിക്കാൻ വേണ്ടി സീല് ചെയ്യണം. കണ്ടില്ലേ, എന്ത് പ്രൊട്ടക്ഷനാണ് ആ വചനം. ഇവന് എന്ത് വചനമാണ് ആവശ്യം, ആ വചനം വെളിപ്പെടുത്തി കൊടുക്കും. യുദ്ധമാണ് നടക്കുകയാണ്, ലോകവുമായിട്ടുള്ള യുദ്ധം നടക്കുകയാണ്. വക്രതയാർന്ന ജനതയും വഞ്ചനയാർന്ന ജനതയുമായിട്ട് ഒരു യുദ്ധം നടക്കുകയാണ്. അപ്പോൾ ദൈവത്തിന് നീതിമാനം ദൈവം നീതിയുടെ ആയുധങ്ങൾ എറിഞ്ഞു കൊടുക്കുക. അതാണ് ഈ എഫേസ്യൻസൊക്കെ പറയണത്. 6:25 വായിച്ചേ. എഫേസ്യൻസ് 6:25. ശ്രുതികട ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.
ഇരുട്ടിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. ഇരുട്ടിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. വീഴുന്നതു തീരല്ല എന്റെ യേശുവിൻ കരങ്ങളില. വീഴുന്നതു തീരല്ല എന്റെ യേശുവിൻ കരങ്ങളില. പരീക്ഷ എന്നെ ദൈവം അനുവദിച്ച പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്നെ ദൈവം അനുവദിച്ച പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായ നിലയില്ല ഞാൻ. എന്തിനു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായ നിലയില്ല ഞാൻ. എഫേസോസ് 6-ാം അധ്യായം 13 മുതലുള്ള തിരുവചനങ്ങൾ. എഫേസോസ് 6:13. അതിനാൽ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. അത് ലോകവുമായിട്ട് നമ്മൾ ഇപ്പൊ ജിയോയെ പോലെ ലോക വക്രതയാർന്ന ലോകമാണ്, വഞ്ചനയാർന്ന ലോകമാണ്, തട്ടിപ്പിന്റെ ലോകമാണ്. അയാളാണ് ഇയാളെ കുടുക്കിയിരിക്കുന്നത്. ആ മന്ത്രിയും ഫസ്റ്റാണ്, അതിനകത്തുണ്ടായിരുന്ന ആക്ടിങ് അക്കൗണ്ടൻ്റ് ഏജൻറ്റുമാരും എല്ലാം കൂടി കുരുക്കിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാം തന്ത്രമാണ്. അപ്പം അങ്ങനെ ഇതിപ്പോൾ ഈ വക്രതയാർന്ന ലോകത്ത് നിഷ്കളങ്കരും സംശുദ്ധരുമായിരിക്കാൻ വേണ്ടി ലോകത്തിൻ്റെ സ്ഥാപനം മുതൽ നമ്മുടെ ക്രിസ്തു തിരഞ്ഞെടുത്താനുള്ള ബോധ്യത്തോടു കൂടി ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. 6:13 വായിച്ചേ. തിന്മയുടെ ദിനത്തിൽ ചെറുത്ത് നിൽക്കാനും. എഫേസ്യസ് 6:13 ഏറ്റു പറഞ്ഞ തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ. സമാധാനത്തിന്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവിൻ. സർവോപരി ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിന്റെ പരിചയെടുക്കുവിൻ. രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാൾ എടുക്കുകയും ചെയ്യുവിൻ. അപ്പോൾ ഈ വിഷയങ്ങളുടെ ഈ ആത്മീയ യുദ്ധത്തിൽ എപ്പോഴും നമുക്ക് ഉള്ള വിഷയം, ഉപയോഗിക്കേണ്ടതെല്ലാം സ്പിരിച്വൽ വെപ്പൺസ് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ലോകത്തിൻ്റെ കള്ളവ്, അവന് നുണ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുന്നത് ചിലപ്പോൾ നുണയുടെ ഫലം ചെയ്യും. ചിലർ മിണ്ടാതിരിക്കുമല്ലേ. അപ്പം ഇങ്ങനെ തന്ത്രങ്ങളൊന്നും കാണിക്കരുത്. ഈ തന്ത്രപരമായ വിഷയങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഈശോ പറയണത് ഇങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മളെ തള്ളിക്കളയരുത് എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങളെ പ്രലോഭനത്തിൽ, അതാ വിഷയം. ആത്മീയ യുദ്ധം നടക്കുമ്പോൾ നമ്മൾ തോറ്റുപോണ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് നമ്മളെ സഹായിക്കാൻ പറ്റാത്ത അവസ്ഥ കൊണ്ടാണ്. നമ്മൾ തോറ്റുപോകുന്നതിൻ്റെ കാരണം ദൈവത്തിന് നമ്മളെ സഹായിക്കാൻ പറ്റാത്ത അവസ്ഥ നമ്മൾ സാത്താൻ്റെ ആയുധങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. കള്ളത്തരവും വഞ്ചനയും ചതിയും ഒക്കെ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ദൈവത്തിന് നമ്മളെ സഹായിക്കുക. ഇത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തതിൻ്റെ ഉത്തരവാണത്. മനസ്സിലായില്ലേ? പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തതിൻ്റെയും ഒരു ഉത്തരം ഇതാണ്. എന്താ കാര്യം? ദൈവത്തിന് നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണില്ല. കാര്യം എന്താ? നിങ്ങളുടെ കയ്യിരിക്കുന്ന ആയുധങ്ങളെല്ലാം തന്നെ സാത്താൻ്റെ ആയുധങ്ങളാണ്. വഞ്ചന, കളവ്, ചതി, അഹങ്കാരം, ഈ സാധനങ്ങളൊക്കെ ഇരിക്കുകയാണ്. ഈ സാധനം വെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ആയുധങ്ങൾ തരത്തില്ല, ഉപയോഗിക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണ് നമ്മൾ പല സമയത്തും പരാജിതരായി മാറുന്നത്.
ഇനി ജയിച്ചു എന്ന് നിങ്ങൾ പറയുന്നത് തന്നെ പലപ്പോഴും ദൈവത്തെ കൊണ്ടായിരിക്കത്തില്ല, നിങ്ങളുടെ തെമ്മാടിത്തരം കൊണ്ട് ജയിക്കാം. അങ്ങനെ ഒരു ജയം നമുക്ക് വേണ്ടെന്ന് നിശ്ചിതമായ ഒരു നിലപാടെടുക്കാൻ ഒരു ഉടമ്പടി പങ്കാളിക്ക് കഴിയണം. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, സ്വർഗത്തിന്റെ ആയുധങ്ങൾ ഉപയോഗിച്ച് സുഖത്തിന്റെ പ്രലോഭനങ്ങളോട് അടരാടാൻ ദൈവത്തിന് യോഗ്യമായ പങ്കാളിയായി പരിലസിക്കാൻ എന്നെ പുനരഭിഷേകം ചെയ്യണമേ. എന്നെ പുനരഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൈയടിച്ചോണ്ട് ഒരുമിച്ച് പാടാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇതുപോലെ തന്നെ വേറൊരു സാക്ഷ്യം ഉണ്ടായിരുന്നു. ഉടമ്പടിയുടെ കറണ്ട് റേറ്റിംഗ് നമുക്ക് മനസ്സിലാകണത്. ഉടമ്പടിയുടെ കറണ്ട് റേറ്റിംഗ്, ഞാൻ അങ്ങനെയാണ് സാക്ഷ്യത്തെ ഞാൻ സമീപിക്കുന്നത്. ഉടമ്പടി ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്ന അവരുടെ കനാബലം പോലെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവരുടെ റിസൾട്ട് എന്നൊക്കെ പറയണത് ഒരു ഒന്നൊന്നര റിസൾട്ടാണ്. ഇവൻ്റെ അത് കണ്ടില്ലേ, ഇപ്പോൾ ജിയോയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ സത്യസന്ധമായ ഇൻവെസ്റ്റ്മെൻറ്റാണ്, സീരിയസ് ഇൻവെസ്റ്റ്മെൻറ്റാണ്, വളരെ സീരിയസ് ആയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റാണ്. അല്ലാതെ നോക്കട്ടെ, കിട്ടിയ ഊട്ടി പോയ ചട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് എടുക്കാം, ലോട്ടറി ടിക്കറ്റ് എടുക്കണ പോലെ ഉടമ്പടി എടുത്തിട്ട് കാര്യമില്ല. അതൊരു സീരിയസ് ഇൻവെസ്റ്റ്മെൻറ്റിന് ദൈവമായിട്ടൊരു ഡീലിന് തയ്യാറാകുന്നവരെ, ഹെവി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ട് ലോ ഇൻട്രസ്റ്റ് വാങ്ങിക്കുന്ന ആൾക്കാരെ നമ്മൾ നടത്തിയിരിക്കുന്ന ഹെവി ഇൻവെസ്റ്റ്മെൻറ്റാണ്. അതിൻ്റെ കാര്യം നമ്മൾ ദൈവത്തിൻ്റെ ആനുകൂല്യങ്ങളല്ല നോക്കണത്. നിങ്ങൾ ശരിക്കും ഒരു തെഫ്റ്റായിരിക്കണം ദൈവത്തിൻ്റെ സന്നിധിയിൽ, ഒരു കള്ളൻ, ഒരു കള്ളി. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ ഉടമ്പടിയിൽ ദൈവത്തിന് ലഭിക്കുന്ന ജോലി, വീട്, വിവാഹം, കുഞ്ഞുങ്ങൾ, അതൊക്കെ നിങ്ങളിങ്ങനെ പറയുമെങ്കിലും നിങ്ങളുടെ ഉദ്ദേശം വേറെ ആയിരിക്കണം. എന്തായിരിക്കണം? ദൈവം തന്നെയായിരിക്കണം. ദൈവത്തിന് തോന്നണം അത്, ഇവളെ ജോലിക്ക് വേണ്ടിയല്ല എൻ്റെ പുറകെ നടക്കുന്നത്, എന്നെ തന്നെ കൊണ്ടുപോകാൻ വേണ്ടിയാണെന്ന് തോന്നണം. അങ്ങനെ ദൈവത്തിന് തോന്നിയ ദൈവത്തിൻ്റെ സ്വന്തമായി നീ ബ്രാൻഡ് ചെയ്യപ്പെടും. ദൈവത്തിൻ്റെ സ്വന്തമാണെങ്കിൽ പിന്നെ എന്നാ പരിപാടി? ഈച്ച് ആൻഡ് എവരിത്തിങ്, എല്ലാ വിഷയങ്ങൾക്കും. ഒന്നാമത് ഞാൻ ഇത്രയും നാൾ ദൈവമായിട്ടാണ് സഭയ്ക്ക് മനസ്സിലായത്, നമ്മൾ ദൈവം അല്ലാത്ത ഒരു വിഷയവും ഇല്ല ജീവിതത്തിൽ. നമ്മുടെ ജീവിതത്തിൽ ഇപ്പം നിങ്ങളുടെ സ്വകാര്യതയിൽ നിങ്ങൾക്ക് തന്നെ വലുതും ചെറുതുമായിട്ടുള്ള സ്വകാര്യത ഉണ്ടാകും. പക്ഷെ നിങ്ങളുടെ എല്ലാ വിഷയങ്ങളും ദൈവത്തിന് ഒരേ റേറ്റിങ്ങിലും പ്രാധാന്യത്തിലാണ് ദൈവം അക്സെപ്റ്റ് ചെയ്യണത്. ഇനി ആ വിഷയം അതിനേക്കാൾ ഭംഗിയായിട്ട് ചെയ്യാൻ നിലവിലുള്ള സാധ്യതകളെക്കാൾ മികച്ച സാധ്യതയാണ് ദൈവത്തിനുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലെ ഷീബ റാഫേൽ നമ്മുടെ തൃശ്ശൂർ സെൻറ്റ് തോമസ് കോളേജിലൊരു പ്രൊഫസറാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സാക്ഷ്യങ്ങളൊന്നായിരുന്നു. ഇവരുടെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഇവരൊരു സുവോളജിസ്റ്റാണ്.
സുവോളജി എന്ന് പറയുന്നത് ഈ ഇൻസെക്ട്സിനെയൊക്കെ പഠിക്കത്തില്ലേ, അതിനെക്കുറിച്ചുള്ള റിസേർച്ചാണ്. അപ്പോൾ ഇവരുടെ PhD, ഇവർ പ്രൊഫസറാണ്, ഇവരുടെ PhD തീസിസ് വിചിത്രമായൊരു സബ്ജക്റ്റാണ്. സിൽവർ ഫിഷ് എന്നും സംഭവമാണ്. സിൽവർ ഫിഷ് ഇരട്ടവാലൻ. കേട്ടാൽ ഇംഗ്ലീഷ് നമ്മളാണ് ഇരട്ടവാലൻ, രണ്ടാം വാലൻ, 3 വാലനൊക്കെ പറയണത്. സാഹിബ് അടിപൊളി ഭാഷയായിട്ടിരിക്കണം. സിൽവർ ഫിഷ് സംഭവം ഇരട്ടവാലനാണ്, പക്ഷെ അതിനെക്കുറിച്ചുള്ള ഗവേഷണമാണ്. അപ്പോൾ എന്താ കുഴപ്പമെന്ന് പറയുന്നത്, ഇതൊരു കുഴപ്പം പിടിച്ച സബ്ജക്റ്റാണ്. നിങ്ങൾക്ക് ഓർക്കും ഇരട്ടവാലിനെക്കുറിച്ച് എന്നാ ഗവേഷണം നടത്താനാണെന്ന്. അങ്ങനെയല്ല, ആ ഗവേഷണം നടത്താൻ വേണ്ടി വന്നപ്പോഴല്ലേ പ്രശ്നമായിപ്പോയത്. ഒന്നാമത്തെ ഇതിനെക്കുറിച്ച് വേറെ സ്റ്റഡീസൊന്നുമില്ല, വളരെ റയർ സബ്ജക്റ്റാണ്, വേറെ ആരും പഠിച്ചിട്ടില്ല. അതോടുകൂടി 2019-18 പ്രോജക്റ്റാണ്. 2022 വന്നിട്ടും ഒരടി പോലും മുന്നോട്ട് പോകണില്ല, ഒരു പാരഗ്രാഫ് പോലും എഴുതാൻ പറ്റണില്ല. കാര്യം ഇതിൽ നിന്ന് ആരും ഗൈഡ് ചെയ്യാനില്ല. അപ്പോൾ 3 കൊല്ലം വേസ്റ്റായിപ്പോയി. അപ്പോൾ ഷീബയുടെ അമ്മ പറഞ്ഞ്, നീ പോയി ഉടമ്പടി എടുക്ക്, മാതാവിൻ്റെ അടുത്ത് നിനക്ക് മാർഗം ഉണ്ടാവുമെന്ന് പറയും. അപ്പോൾ പ്രൊഫസർ പറയുന്നൊരു വിഷയം എന്ന് പറയണത്, വൈ ഷുഡ് ഐ ടേക്ക് കവനൻറ്റ്, ഐ മൈസെൽഫ് ഈസ് എ ഗുഡ് ആൻഡ് ഒരു ജസ്റ്റ് കാത്തലിക്കാണ്. അവിടെയാണ് വിഷയം. കണ്ട അവരുടെ ഫസ്റ്റ് റെസ്പോൺസ് കണ്ട, ഞാൻ എന്തിനാണ് ഉടമ്പടി എടുക്കണത്, ഞാൻ നല്ലവണ്ണം പ്രാർത്ഥിക്കുന്ന ആളാണ്, കുർബാന കൂടുന്ന ആളാണ്, കുടുംബ പ്രാർത്ഥന ഉള്ള ആളാണ്, ബൈബിൾ വായിക്കുന്ന ആളാണ്, വൈ ഷുഡ് ഐ ടേക്ക് കവനൻറ്റ്. അപ്പം ഞാൻ കണ്ടൻറ്റഡാണ്. അപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. ഈ സ്റ്റെപ്പിൽ ഈ ബ്രേക്ക് ത്രൂ ചെയ്യാതെ നമുക്ക് പിന്നീട് കാര്യം, നീ ഇപ്പം ഇങ്ങനെയാണെന്ന് പറഞ്ഞാലും, നീ ഓക്കെയാണ്, ആധ്യാത്മികമായിട്ട് ഓക്കെ ആണെന്ന് പറഞ്ഞാലും, ദൈവം നിന്നെ ഉടമ്പടി സംഭവിക്കണത് എന്താണ്, ദൈവം നിന്നെ ഹെൽപ്പ്, ഇത്രയും ഇതെല്ലാം ഓക്കെ ആയിട്ട് നീ കുർബാനയ്ക്ക് പോകുന്നുണ്ട്, നീ കുടുംബ പ്രാർത്ഥന മുടക്കണില്ല, നീ കർത്താവിൻ്റെ രീതിയിൽ തന്നെ ഒരു വിശുദ്ധ ജീവിക്കുന്നുണ്ടോ, പ്രത്യേകിച്ച് പാപങ്ങളൊന്നും ചെയ്യണില്ല എന്ന് പറഞ്ഞാലും, ചില സബ്ജക്റ്റ് ദൈവശിരസനിൽ നീ കാണുന്നത് ഈ അപ്ഗ്രഡേഷൻ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അറിയാമല്ലോ, നമ്മൾ പണ്ടിരുന്ന പോലെയാണ് ഇപ്പം ഇരിക്കുന്നത്. അല്ല, ഇനിയിപ്പോൾ കണ്ണുമേക്കുന്ന നേരത്ത് നാം എല്ലാം രൂപാന്തരപ്പെട്ട് അവനെപ്പോലെ ആകുന്നേ പറയും. അപ്പോൾ മനുഷ്യൻ വളർന്നുകൊണ്ടേയിരിക്കണം, ദൈവത്തിലേക്ക് വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ വളർച്ച ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഇതിൻ്റെ ചാലഞ്ച് എന്ന് പറയണത് കർത്താവ് തന്നെ ഈ ചാലഞ്ച് കൂട്ടുകയല്ലാതെ കുറച്ചിട്ടില്ല. കർത്താവ് പറഞ്ഞു, ബി പെർഫെക്റ്റ് ആസ് യുവർ ഹെവൻലി ഫാദർ ഈസ് പെർഫെക്റ്റ്. കർത്താവ് എന്താ പറഞ്ഞത്, എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും പരിപൂർണ. അപ്പോൾ നമുക്ക് നല്ല ചാലഞ്ച് തന്നിട്ടുണ്ട്. നമുക്ക് ജീവിത ആവശ്യങ്ങളുണ്ടോ, അതിന് സമ്മർദ്ദമുണ്ടോ, അത് നിനക്ക് മാത്രം ചെയ്യാൻ പറ്റുമോ, നിനക്ക് ചെയ്യാൻ പറ്റത്തില്ലേ, ഡിവൈഡ് ഓഫ് ദാറ്റ് ഫാക്ട്. The challenge is that be perfect as your heavenly Father is perfect. നീ ദൈവപിതാവിനെ പോലെ പരിശുദ്ധനായിരിക്കാൻ പരിപൂർണനായിരിക്കാൻ ദൈവം നമുക്കൊരു വെല്ലുവിളി തന്നിരിക്കുകയാണ്. നമുക്കത് സ്വീകരിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം നമുക്ക് ജീവിതം പിന്നോട്ടല്ല, ക്രിസ്തീയ ജീവിതം മുന്നോട്ട് നിത്യതയിലേക്കാണ് പോകണത്. അപ്പം അതുകൊണ്ട് ചില ആൾക്കാർക്ക് അവരെത്ര ഓക്കെയാണെന്ന് പറഞ്ഞാലും ദൈവം പറയും ഓക്കെ അല്ലെന്ന് പറയും. നിങ്ങൾ ഓക്കെ അല്ല എന്ന് പറയുന്നതിൻ്റെ സൂചനയാണ് നിങ്ങളുടെ നിലവിലുള്ള ആധ്യാത്മികമായ പരിചരണങ്ങളെ കൊണ്ട് ജീവിതാവസ്ഥകൾക്ക് മാറ്റമില്ലാതെ തുടരുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ ഷിബ പറയണത്, വൈ ഷുഡ് ഐ ടേക്ക് കവനൻറ്റ്. ഞാനൊരു കാത്തലിക്കാണ്, ജസ്റ്റിഫൈഡ് ആയിട്ടുള്ള ലൈഫുള്ള ആളാണ്. അപ്പോൾ അമ്മ പറഞ്ഞു, എന്നിട്ടും ഇതൊന്നും നടക്കണില്ലല്ലോ, 3 കൊല്ലം വയസ്സായില്ലേ, ഇത്രയും വൃത്തിയും വിനയോടെ ജീവിച്ചിട്ടും 3 കൊല്ലം വയസ്സായില്ലേ. ഇനിയിപ്പോൾ നമ്മുടെ മുമ്പിൽ കേരളത്തിൽ ഓപ്ഷൻ ഉള്ളത് എന്താണ്, ഉടമ്പടിയേ ഉള്ളൂ. അതാണ് അമ്മയ്ക്കറിയാം, ബോധമുണ്ട്. അപ്പോൾ അവൾക്കത് മനസ്സിലായപ്പോൾ അവളൊന്ന് ഉടമ്പടി എടുത്തു. ഷിബ ഉടമ്പടി എടുത്തതിന് ശേഷം, ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ എന്താണ്,
നമ്മൾ വേറൊരു ലിങ്ക് ഓപ്പൺ ചെയ്യണം ദൈവമായിട്ട്. ഒരു എക്സ്ട്രാ ലിങ്ക് നമ്മൾ ദൈവമായിട്ട് ഓപ്പൺ ചെയ്യണം. വേറെ ഒരു കമ്മ്യൂണിക്കേഷൻ പ്ലാറ്റ്ഫോം ഇവിടെ എമർജ് ചെയ്ത് വരികയാണ്. അത് നമ്മൾ നേരത്തെ കണ്ട കാര്യങ്ങളല്ല. ദൈവത്തിന് കൂടുതൽ ലോഡായിട്ടുള്ള കാര്യങ്ങൾ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ അതനുസരിച്ച് തന്നെ അപ്ഗ്രേഡ് ചെയ്തു, ആധ്യാത്മിക ജീവിതം അപ്ഗ്രേഡ് ചെയ്തു. കുർബാന മുടക്കാറില്ല. ഇപ്പോൾ പറയണത് എനിക്ക് തൃശ്ശൂർ ഇത്രയും പള്ളിയുണ്ടോയെന്ന് എനിക്കറിയത്തില്ലായിരുന്നെന്ന്. കാര്യം എല്ലാ പള്ളിയിലെയും കുർബാന ഏത് സമയത്താണ് എനിക്കറിയാം. അതിന് എവിടെ ഞാൻ എത്ര ബിഷി ഷെഡ്യൂളാണെങ്കിലും എവിടെയെങ്കിലും പോയി കുർബാന അർപ്പിച്ച് കർത്താവിനെ സ്വീകരിച്ചിട്ട് മാത്രമേ ഞാൻ കിടന്നുറങ്ങത്തുള്ളൂ. ഇപ്പം നിലപാട് മാറി, അപ്ഗ്രേഡ് ചെയ്ത്, ആധ്യാത്മിക അപ്ഗ്രേഡ് ചെയ്തു. അതനുസരിച്ച് ബൈബിള് വായിക്കാൻ തുടങ്ങി. ബൈബിൾ വായിക്കാൻ കാരണം മുമ്പ് ഞാൻ കുടുംബ പ്രാർത്ഥനയ്ക്ക് 3 മിനിറ്റേ ബൈബിൾ വായിക്കത്തുള്ളായിരുന്നു. ഇപ്പം ഞാൻ മസ്റ്റായിട്ട് ഒരു അരമണിക്കൂർ ബൈബിൾ വായിക്കും. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈബിളിൽ എഴുതിയിട്ടുണ്ട് എന്താണ്, ദൈവത്തിനൊന്നും അസാധ്യമല്ലെന്ന്. അതാണ് വിഷയം. അത് നമ്മളെ കേട്ടിട്ടുണ്ടത്. പക്ഷേ ഷീബ കേട്ടിരിക്കുന്നത് വേറെ വേറെ ലെവലിലാണ്. എന്നുവെച്ചാൽ ഇവൾക്ക് അസാധ്യമായി പോയില്ലേ. എന്ത് 3 കൊല്ലം ഈ ഇരട്ട പാലിൻ്റെ പുറകെ നടന്നിട്ട് ഒരു അരപ്പേജ് പോലും എഴുതാവത്തില്ലല്ലോ. അപ്പം അസാധ്യമാണ്. അപ്പോൾ ബൈബിളാണ് പറയണത് ലൂക്ക 1:37 ദൈവത്തിനൊന്നും അസാധ്യമല്ലല്ലോ എന്ന്. അപ്പം അസാധ്യമല്ലെന്ന് ലോകത്തോട് പറയുന്ന ഒരേ ഒരു പുസ്തകമാണിത്. കൈയടിക്കുന്ന ശ്രുതികട ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് ആ ഒരു ഗ്രേസിൽ ഇരുന്ന് കർത്താവിൻ്റെ വചനങ്ങൾ വായിക്കുക. വചനങ്ങൾ വായിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് പിന്നെ തൻ്റെ ലാബിൽ സുവോളജി റിസർച്ച് ലാബിൽ പോകും. അപ്പോൾ പിന്നെ കമ്പ്യൂട്ടർ പരിശോധിക്കും. കാരണം ദൈവത്തിൻ്റെ കൂടെ പരിശോധിക്കുമ്പോൾ വ്യത്യാസമുണ്ട്. അതെനിക്കും തോന്നിയിട്ടുണ്ട്. ഞാനാണെങ്കിലും ഇപ്പോൾ കേരള സാഹിത്യ അക്കാദമിയുടെ വൈജ്ഞാനിക സാഹിത്യത്തിൻ്റെ അവാർഡ് കിട്ടിയ ആളാണ് ഞാൻ. അപ്പം ഞാൻ എഴുതിയത് ഒരു എൻസൈക്ലോപ്പീഡിയാണ് എഴുതിയത്. ഡിക്ഷണറി എഴുതി, ഈ ക്രിസ്ത്യൻ ആർട്സിനെ കുറിച്ച് ഡിക്ഷണറി എഴുതി. പിന്നെ സർവ്വവിജ്ഞാനകോശം എഴുതി. എൻ്റെ സർവ്വവിജ്ഞാനകോശത്തിനാണ് എനിക്ക് അവാർഡ് കിട്ടിയത്. 17 കൊല്ലം എഴുതിയാണത്. എത്രയോ ആയിരക്കണക്കിന് പേജുകൾ എഴുതിയാണ്, റിസർച്ചാണ്. അപ്പോൾ നമ്മൾക്ക് ചെലവെടുത്ത് ചെന്നാൽ നമുക്ക് ഒരു പിടിയും കിട്ടത്തില്ല, പിന്നെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഞാൻ എന്തുകൊണ്ട് കണ്ണടച്ചൊരു ജപമാല ചെല്ലും. അപ്പോൾ നമുക്കൊരു വെളിച്ചം കർത്താവ് തരും. ഇതാണ് വഴി, ഇതിലേ പോവുക. അത് ഭയങ്കര സംഭവമാണത്. അപ്പോൾ എനിക്ക് ഈ ഷീബ പറഞ്ഞപ്പോൾ എല്ലാം എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. കാര്യം ഞാൻ ആ വഴിയിലൂടെ ഒന്ന് നേരത്തെ വേറൊരു വിഷയത്തിൽ സഞ്ചരിച്ച കാരണം നമ്മൾ ഡെഡ് ലോക്കാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ദൈവം വേറെ ഒരു ബൈഫർക്കേഷൻ നടത്തും. വേറെ അത് അവിടെ ലോക്കായി കിടക്കട്ടെ, നമ്മളെ വേറെ വഴിയിലൂടെ കൊണ്ടുപോകും. അത് ദൈവമായിട്ട് ജീവിക്കണത് ദൈവം ഇങ്ങനെ നയിക്കും. ഇവിടെ തന്നെ കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് എത്രയോ പ്രാവശ്യം കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് വർക്ക് ചെയ്തിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഗ്രേസ് സ്മിത്ത് എന്നും പറഞ്ഞ് ഒരു പ്രൊഫസറിൻ്റെ ലിങ്ക് കിട്ടി. അവർ ഈ സിൽവർ ഫിഷിൽ പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. പക്ഷേ നമ്മുടെ രാജ്യത്തുകാർ ഈ ആസ്ട്രേലിയക്കാരത്തിയാണ്, അവിടെ ഇല്ല. പക്ഷേ എന്നാലും അമ്മ പറഞ്ഞ് അവരൊന്ന് കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞു. അവരുടനെ പറഞ്ഞ് ഞാനിങ്ങനെ സിൽവർ ഫിഷിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, എനിക്ക് 3 കൊല്ലം വേസ്റ്റായി, ഐ ഹാവ് നോ ഐഡിയ, ഏതെങ്കിലും തരത്തിൽ എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു മെയിൽ വിട്ട്. അത് ഈ മാതാവുമായി ഇരുന്ന് സെർച്ച് ചെയ്യുകയും മെയിൽ വിടുകയും ചെയ്യുമ്പോൾ അതിനൊരു മരിയ സ്പീഡാണ് ഉള്ളത്. 20 മിനിറ്റിനുള്ളിൽ 2-3 പേജാണ് അവർ മറുപടി ഇങ്ങോട്ട് തരണത്. ഇവർ വിട്ടത് 3 ലൈൻ, അവർ 300 ലൈൻസാണ് വിടണത്. ഐ ആം റെഡി ടു ഹെൽപ്പ് യു എന്നും പറഞ്ഞു. കണ്ട വാതിൽ തുറന്നു തന്നെ കണ്ടില്ലേ, വാതിൽ തുറന്നു തന്നെ കണ്ടില്ല. 3 കൊല്ലം അടച്ചിരുന്ന വാതിൽ കാണാത്ത വാതിൽ, മരിയൻ വാതിൽ തുറന്നു വരികയും അപ്പോൾ പിന്നീട് അവർ ഗൈഡായിക്കൊണ്ട് ഇവരെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഇവരെ ഇൻസെക്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇവരുടെ പ്രശ്നം ഈ ഇരട്ടവാലനെ ഡിസെക്റ്റ് ചെയ്യണം. അപ്പോൾ എന്നിട്ട് മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കി എൻ്റെ ഘടന പരിശോധിക്കണം. അപ്പോൾ എല്ലാ ഇരട്ടവാലിനും ഒരേ ഘടനയല്ല, പല പല ഘടനകളാണ്. അങ്ങനെ 105 സ്പീഷീസ് ഉണ്ട്. കേരളത്തിൽ 5 ഉള്ളൂ, ബാക്കി 100 പുറത്താണ് കിടക്കണത്, പുറത്ത് രാജ്യത്ത്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഇരട്ടവാല മുന്നേ ഉള്ളത് അങ്ങനെയല്ല. കേരളത്തിൽ തന്നെ 5 സ്പീഷീസ് ഉണ്ട്. അതിൻ്റെ ഘടന ഒരുവിധം ഇവയ്ക്ക് പിടികിട്ടി.
പക്ഷേ ഉള്ള പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്പീഷീസ് ചേഞ്ച് ചെയ്യാനനുസരിച്ച്, ഘടന ചേഞ്ച് ചെയ്യാനനുസരിച്ച് സ്പീഷീസ് ചേഞ്ച് ചെയ്യും. കാണുമ്പോഴൊക്കെ ഒരുപോലെ ഇരിക്കുമെങ്കിൽ വർഗം ചേഞ്ച് ചെയ്യും. അപ്പോൾ ഇത് ഒരു വർഗം കഴിഞ്ഞ് മറ്റൊരു വർഗത്തിലേക്കുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ ഈ മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാലും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പോഴ അമ്മയോട് പറഞ്ഞു, അമ്മേ ഇത് മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാലും കണ്ടുപിടിക്കാൻ പറ്റണില്ലെന്ന് പറഞ്ഞു. എനിക്കത് മനസ്സിലാവില്ല, എൻ്റെ കണ്ണിന് ഇത്രയും പവറില്ല എന്ന് പറഞ്ഞു. ഉടനെ പ്രാർത്ഥിച്ച് വിശുദ്ധ ഗ്രന്ഥം എടുത്തപ്പോൾ അവൾക്ക് കർത്താവ് ഒരു വചനം കൊടുത്തു. എന്താണെന്നറിയാവോ? ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി. മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രഭാഷകൻ 23:19 സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ നന്ദി. മഹത്വം മഹത്വം മഹത്വം. പ്രഭാഷകൻ 23:19 കർത്താവിന്റെ കണ്ണുകൾ കേട്ടോ സൂര്യനേക്കാൾ 10,000 മടങ്ങ് പ്രകാശമുള്ളതാണെന്ന് 10,000 മടങ്ങ് പ്രകാശമുള്ളതാണെന്ന് അവൻ അറിയുന്നില്ല. അതായത് ഇവർക്ക് കണ്ടുപിടിക്കണമെന്നല്ലേ പറയണത്. അപ്പോൾ അതിന് അമ്മ പറയണത് എന്താണ്? നീ ഇനി കർത്താവിൻ്റെ കണ്ണിലൂടെ നോക്ക്, അത് 10,000 സൂര്യനേക്കാളും പ്രകാശമുള്ളതാണ്. പിന്നെ എന്നാ പറ്റി? അതോടുകൂടി ഇത് കാണാനുള്ള പ്രത്യേക കാഴ്ച അഡിഷൻ കൊടുക്കും. എൻ്റെ അമ്മ എന്ത് രസമാണ് കേൾക്കാൻ. അവൾ പിന്നെ പടപടാന്ന് തന്നെ പഠിക്കണത്. പിന്നെ അതായത് മുമ്പ് കാണാതിരുന്ന സംഭവങ്ങളെ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള പ്രത്യേക പ്രകാശം കണ്ണ് കൊടുക്കുകയാണ്. എന്നിട്ട് അവസാനം ഈ ഗവേഷണം അവസാനിക്കും. വിത്തിൻ കുറച്ച് സമയത്ത് ഗവേഷണം എല്ലാം അവസാനിക്കുമ്പോൾ എന്താ പറയണമെന്നറിയാമോ? ലോകത്ത് ഇന്ന് വരെ കണ്ടുപിടിക്കാൻ 2 പുതിയ സ്പീഷീസിനെ കൂടി കണ്ടുപിടിക്കാൻ ദൈവം ഇവർക്ക് അനുഗ്രഹം കൊടുക്കും. അങ്ങനെയാണ് ഡോക്ടറേറ്റ് തീസ് അവസാനിച്ച് ഇപ്പം ഡോക്ടറേറ്റ് വാങ്ങിച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കണത്. എനിക്ക് അടഞ്ഞു പോയൊരു വാതിലാണ്. ഇന്ത്യൻ സുവോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ഇവള് ഈ പ്രൊഫസർ പോയി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ എന്താണെന്നറിയാവോ? ഈ സ്പീഷീസിൽ നിന്നെ ഹെൽപ്പ് ചെയ്യാൻ ഇവിടെ ആരുമില്ല, അതുകൊണ്ട് നിങ്ങൾ ബെറ്റർ ടു സ്റ്റോപ്പ് ഇറ്റ്. അപ്പോൾ മനുഷ്യൻ നമുക്ക് തരുന്ന ഉപദേശം എങ്ങനെയായിരിക്കും? പക്ഷേ കർത്താവ് നമുക്ക് തരുന്ന ഉപദേശം എന്തായിരിക്കും? നീ സ്റ്റോപ്പ് ചെയ്യരുത്, കർത്താവിൻ്റെ കണ്ണുകൾ നിനക്ക് തരാം, നീ മുന്നോട്ട് പോകാൻ പറയും. നിൻ്റെ ദൈവം നിന്നോടും പറഞ്ഞതാണ്, നീ മുന്നോട്ട് പോവുക. ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വം മഹത്വം ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വം ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, ആദ്യം രോഗസൗഖ്യ പ്രാർത്ഥന, പിന്നെ ജീവിത ദുരിതങ്ങൾക്കെതിരെയുള്ള ദൈവിക ശാസന പ്രാർത്ഥന. അച്ഛൻ പ്രാർത്ഥിക്കും, മക്കൾ വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടിരുന്നാൽ മതി. അമ്മ ഇതുപോലെ ഈശോ എഴുന്നള്ളിയിരുന്ന സമയത്ത് അമ്മ പ്രത്യക്ഷപ്പെട്ടത്. 10,000 മനുഷ്യർ അനുഗ്രഹം പ്രാപിച്ച് ജീവിതം തിരിച്ചു പിടിച്ചൊരു സ്ഥലത്ത്, നിൻ്റെ കണ്ണീരിൻ്റെ കാലത്ത് നിന്നെയും കർത്താവ് തേടിപ്പിടിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ്. നിന്നെ സ്നേഹിക്കുന്ന ദൈവത്തെ നീ സ്നേഹിക്കാൻ തീരുമാനിച്ചുകൊണ്ട് ഉടമ്പടിയുടെ ഉത്തമ പങ്കാളി ആയി മാറാൻ നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വം മഹത്വം. പിതാവേ നന്ദി, പിതാവേ മഹത്വം, പിതാവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ,
അന്ധന് കാഴ്ച നൽകിയവനെ, ചെകിടന് കേൾവി നൽകിയവനെ, ഊമന് സംഭാഷണം നൽകിയവനെ, മഹോരോഗി സുഖപ്പെടുത്തിയവനെ, തളവാരോഗി സുഖപ്പെടുത്തിയവനെ, മരിച്ചവനെ ഉയർപ്പിച്ചവനെ, നിന്റെ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അങ്ങയുടെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ പരിശുദ്ധ അമ്മേ, മാതാവേ, എല്ലാ മക്കൾക്ക് വേണ്ടി ഈ നിമിഷം സ്വർഗീയ നിമിഷം, ആരാധനയുടെ നിമിഷം, ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. ഈശോ, രോഗികള്, രോഗങ്ങൾ കൊണ്ട് മേലാത്തവരെ, ജീവിതം നിരാശപൂർണമായവരെ, സങ്കടപ്പെടുന്നവരെ, ജോലി ചെയ്യാൻ പറ്റാത്തവരെ, കുടുംബത്തിനും ഭാരമായി പോകുമോ എന്നോർ സങ്കടപ്പെടുന്നവരെ, കർത്താവേ, നിന്റെ കരുണയാൽ ഈ നിമിഷം അവരെ സ്പർശിക്കണമേ. ഓരോ രോഗികളെ സ്പർശിക്കണമേ. ഉച്ച മുതൽ ഉള്ളംകാല് വരെ എല്ലാ കോശങ്ങളിലും, എല്ലാ പേശികളിലും, എല്ലാ ഞരമ്പുകളിലും, എല്ലാ സന്ധിബന്ധങ്ങളിലും, ശ്വാസകോശങ്ങളിലും കർത്താവിന്റെ രക്തം പടരട്ടെ. രക്തം പടരട്ടെ. തൊണ്ടവേദനയുള്ളവരെ, നീരിറക്കമുള്ളവരെ, സിസ്റ്റ് രോഗികള്, പിസിഒഡി രോഗികള്, രോഗികള്, നടുവേദനയുടെ രോഗികള്, എല്ലാ തരത്തിലും അസ്ഥിവേദനയുള്ളവരെ, മാർഗ രോഗികള്, തീരവേദികള്, ഉദര രോഗികള്, യേശു ക്രിസ്തുവിന്റെ നാമത്തില് പൂർണ്ണമായി മാതാവിന്റെ മധ്യസ്ഥതയിലെ ഈ നിമിഷം സൗഖ്യം പ്രാപിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്റെ പ്രിയപ്പെട്ടവരെ, കൈകൾ കൂപ്പി കണ്ണുകളടച്ച് കർത്താവിന്റെ വിളി ദൈവ പൈതലെ നീ തിരിച്ചറിഞ്ഞ് നന്ദി പറയുക. മനസ്സിലെ ഈ പ്രഭാതത്തിൽ നിൽക്കാൻ കഴിയണത് ഒരു നിസ്സാര കാര്യമല്ല. കർത്താവിന്റെ വിളി ദൈവ പൈതലെ നീ തിരിച്ചറിഞ്ഞ് നന്ദി പറയുക. മനസ്സിലെ നിന്റെ വിഷമങ്ങളും നിന്റെ ഭാരങ്ങളും ഈ അൾത്താരയില് നിന്നെ കാത്തിരിക്കുന്ന അമ്മയുടെ മുമ്പിൽ നിനക്ക് ഒരു നിമിഷം മതി ഇതെല്ലാം മാറിപ്പോകാൻ. നമ്മൾ സാക്ഷ്യം കേട്ടതാണ്. ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നു. മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. വിവാഹം ഒത്തുവരാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. ഭവനരഹിതരെ, ഭവനത്തിന് കടമായി ജപ്തിയായി വിൽക്കാൻ പോകുന്നവര്, ഇനി എങ്ങനെ ജീവിക്കുമെന്ന് അറിയാൻ പാടില്ല വേദനിച്ച് കഴിയുന്നവര്, വിദേശ രാജ്യങ്ങളിൽ പോകാൻ വേണ്ടി ഉദ്യമിച്ചിട്ട് നടക്കാതിരിക്കുന്നവര്, വിദേശ വിസ പുതുക്കി കിട്ടാത്തവര്, സർവീസിലുണ്ടാകുന്ന ഓരോ പ്രോബ്ലങ്ങൾ കാരണം ശമ്പളം താമസിച്ച് പോകുന്നവര്, പല മനുഷ്യരുടെയും ഭീഷണികൾക്ക് വഴങ്ങി വിഷമിച്ച് ജീവിക്കുന്നവർ, കുടുംബത്തിലുള്ള കുടുംബാംഗങ്ങളുടെ തന്നെ ഗ്രൂപ്പിസം കാരണം മനസ്സ് മടുത്തുപോയവർ, നീ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ നിനക്കെതിരെ കൈ ചൂണ്ടുന്നവരും
നിനക്കെതിരെ ഗ്രൂപ്പിസം ഉണ്ടാക്കുന്നവരും നിൻ്റെ തകർച്ചയെ, നിൻ്റെ നാശത്തെ ആഗ്രഹിക്കുന്ന പ്രതിയോഗികൾ എല്ലാം നിഷ്പ്രഭമായി പോകുന്നൊരു സമയമാണിത്. നിന്നെ കൊണ്ടുവന്നത് ദൈവമാണെന്ന് ഓർക്കണം. ദൈവ പൈതലേ, നീ തനിയെ വന്നാണെന്ന് കരുതരുത്. ഇനി നീ ദൈവത്തിൻ്റെ വഴികളിലേക്ക് നിന്നെ ദൈവം അനുഗ്രഹിച്ച് നയിക്കാൻ പറ്റുന്ന രീതിയിൽ ദൈവത്തിന് നീ സമർപ്പിതനാകണം, സമർപ്പിതയാകണം. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ. അമ്മേ, പരിശുദ്ധമ്മേ, കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ യേശുനാമത്തിലെ കർത്താവേ, നിന്റെ തിരുമുറുപാർന്ന വലത് കരങ്ങൾ നീട്ടിക്കൊണ്ട് അയാളുടെ മക്കളുടെ ശിരസിൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിത ദുരിതങ്ങൾ അനുഭവിക്കുന്നവരെ, സാമ്പത്തിക ബാധ്യത പേറുന്നവരെ, ജോലി സംബന്ധമായ തടസ്സങ്ങൾ അനുഭവിക്കുന്നവരെ, കുടുംബത്തിൽ സമാധാനം ഇല്ലാത്തവരെ, കേസിൽ അകപ്പെട്ടിരിക്കുന്നവരെ, അവർക്ക് ജയിച്ച മതിയാവ് കർത്താവേ, അല്ലെങ്കിൽ അവർ ഇല്ലായ്മയായി പോകും. അതുകൊണ്ട് തന്നെ എന്ത് വിഷയമായാലും കർത്താവേ, ദൈവത്തിൻ്റെ കരുണ മക്കളിലേക്ക് ആവശ്യിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളില്ലാത്തവർ, ഭവനരഹിതർ, വിവാഹം താമസിക്കുന്നവർ, ജോലിയില്ലാത്തവർ, കുടുംബ സമാധാനമില്ലാത്തവർ, പിരിഞ്ഞ് താമസിക്കുന്നവർ, ഐക്യപ്പെട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ, മക്കൾ ഉള്ളവർ തന്നെ ദുർനടപ്പുകാരായ മക്കളുള്ളവർ, കുഞ്ഞുങ്ങൾ വഴിപിഴച്ച് പോയവർ, ദുഷിതങ്ങൾക്ക് അകപ്പെട്ടവരും, തെറ്റായ ബന്ധങ്ങൾ അകപ്പെട്ടിട്ട് മാതാപിതാക്കന്മാർ അകന്ന് താമസിക്കുന്നവരെ, ഇവിടെ മേലെല്ലാം കർത്താവിൻ്റെ കൃപ ചൊരിയട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ, സാക്ഷികളാക്കി നിൽക്കുക. മൗനമായി പ്രാർത്ഥിക്കുക. അച്ഛൻ പ്രാർത്ഥിക്കാത്ത വിഷയങ്ങളാണ് പ്രാർത്ഥിക്കേണ്ടത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഡെയിലി ബ്രെഡും അതുപോലെ തന്നെ ഉടമ്പടി ധ്യാനവുമാണ് ആൾക്കാർക്ക് ഭക്ഷണം പോലെ വരണത്. ഒരു കാറിൻ്റെ 2 ലൈറ്റ് പോലെയാണ് നമ്മുടെ സാക്ഷ്യങ്ങളും ഉടമ്പടി ധ്യാനവും. ഒന്നും നിങ്ങൾക്ക് മിസ് ചെയ്ത് നിങ്ങൾ തന്നെയല്ല അത് ഷെയർ ചെയ്യുകയും ചെയ്യണം. ആരെങ്കിലും ഇനിയും സാക്ഷ്യം പറയാതിരിക്കുന്നുണ്ടെങ്കിൽ എത്രയും വേഗം ദൈവത്തോടുള്ള ആ കടമ നിർവഹിക്കണമെന്ന് ഓർപ്പിക്കുന്നു. പറയാപ്പെടാത്ത സാക്ഷ്യം നമുക്കൊരു ബാധ്യതയായിട്ട് വരും. അവസാനം ദൈവത്തെ നമ്മൾ അനുഗ്രഹിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. നമ്മുടെ പ്രാർത്ഥന കേൾക്കപ്പെടാത്ത അവസ്ഥ വരും. കാര്യം കേട്ടിട്ട് ദൈവത്തിന് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട്. അപ്പം നീ ദൈവ അനുഗ്രഹം നൽകിയവരെല്ലാം മറ്റുള്ളവരുടെ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി അത് പൊതുസമൂഹത്തിലെ കൃപാസനത്തിൽ വന്ന് പങ്കുവെക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. സമാപനാശീർവാദം സ്വീകരിക്കാം. ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്ക് ആരാധന.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നും അങ്ങേക്ക്